ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ തിങ്കളാഴ്ച ദിവസം സൈക്കോളജിക്കൽ മോട്ടിവേഷൻ തലങ്ങളിലുള്ള ടോക്കുകളാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ടും മനോജ് സാറിൽ നിന്ന് വളരെ മനോഹരമായ ടിപ്പുകളാണ്. ഇന്ന് സാറ് നമ്മളെ ജപ്പാനിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മളുടെ ആ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ജപ്പാനിൻ്റെ ശൈലിയിൽ മാറ്റാം. തീർച്ചയായിട്ടും ഉലഹനൻ സാറ് ജപ്പാനിലൂടെ യാത്ര ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ഒരു വിവരണം നൽകിയതാണ്. എങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ലോഞ്ചിവിറ്റി ഉള്ള സ്ഥലം ജപ്പാനാണ് എന്ന് നമുക്കറിയാം. അത് തന്നെയല്ല, അത്രമാത്രം ഡെവലപ്മെൻ്റ് ഉള്ളൊരു സ്ഥലവുമാണ്. തീർച്ചയായും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളാണ്. ആ പ്രത്യേകതകൾ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് നമുക്കൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും പ്രയോജനകരമാണ്. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് കുമാർ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, once again for the wonderful opportunity to, share this platform for another episode. Sir, എൻ്റെ സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. യെസ് സാർ, ആയിട്ടുണ്ട്. നോ പ്രോബ്ലം. അപ്പോൾ സാബു സാർ സൂചിപ്പിച്ചതുപോലെ ഈ ജാപ്പനീസിലെ കാര്യങ്ങൾ നമ്മളെ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ജപ്പാനിൽ പോയി അവിടുത്തെ ജീവിത രീതികളും അവിടുത്തെ ആചാര രീതികളും ഒക്കെ നേരിട്ട് കണ്ട ഒന്ന് രണ്ടുപേരുണ്ട്. സുധോധന ഡോക്ടറും ജപ്പാനിൽ പോയിട്ടുണ്ടെന്ന് അല്ലേ സാബു സാറേ? നേരത്തെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ രണ്ടുപേര് ജപ്പാനിൽ പോയി നേരിട്ട് അവിടുത്തെ എല്ലാ കാഴ്ചകളും അവിടുത്തെ എല്ലാ സംസ്കാരങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുള്ളവരാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ട് കാണുമായിരിക്കും ഈ ജാപ്പനീസ് സംസ്കാരം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുരാതന പാരമ്പര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. അതൊക്കെ ഇപ്പോഴും അവിടെ വളരെ പ്രാധാന്യത്തോടെ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് സാംസ്കാരികപരമായിട്ടുള്ള രീതികളാണെങ്കിലും അവരുടെ രീതികളെല്ലാം തന്നെ ആചാരങ്ങളൊക്കെയും ഇപ്പോഴും അത് പരമ്പരാഗതമായിട്ട് ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ്. അവർ ഒരുപാട് ആധുനിക കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്, മോഡേണൈസേഷൻ നടത്തുന്നുണ്ട്, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും അതിലും പോലും ഒക്കെ ആണെങ്കിലും അവരുടേതായിട്ടുള്ള ഈ പാരമ്പര്യം പല കാര്യങ്ങളിലും പല സംസ്കാരങ്ങളിലായാലും നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകുമ്പോൾ അവരുടെ രീതികളെക്കുറിച്ച്. അപ്പം അങ്ങനെയുള്ള കുറേ ആചാരങ്ങളും രീതികളും ഒക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു 7 ജാപ്പനീസ് കൺസെപ്റ്റ് ടു അപ്ലൈ ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതചര്യകളിലേക്ക് അല്ലെ ദൈനംദിന ജീവിതത്തിൽ ഈ കൾച്ചറുകളിൽ എങ്ങനെയൊന്ന് അഡോപ്റ്റ് ചെയ്യാവുന്നതിനെ കുറിച്ച് ഞാൻ നടത്തിയ ഒരു എത്തിനോട്ടമാണ് ശരിക്കും പറഞ്ഞത്. നമ്മളപ്പോൾ എപ്പോഴും സംസ്കാരങ്ങൾ നമ്മൾ അങ്ങനെ പല കൺട്രികളിലായാലും പല സ്ഥലത്താണെങ്കിലും നമ്മളൊക്കെയും അത് ആചരിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽപ്പെട്ട എത്രയോ കാര്യങ്ങൾ, ഉദാഹരണം യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ന് വേൾഡ് വൈഡായിട്ട് തന്നെ എല്ലാവരും അതിനകത്ത് രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലെയോ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ അതിൻ്റെ നന്മകളാണ് എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അവരുടെ ജാപ്പനീസ് സാംസ്കാരിക മൂല്യങ്ങളുണ്ട്, അവരുടെ തത്വങ്ങളുണ്ട്, തത്വങ്ങളിലെ ആശയങ്ങളുണ്ട്, അവരുടെ ജീവിത രീതികളിലെ ആശയങ്ങളുണ്ട്, പരമ്പരാഗത കലകളും ഒക്കെയുണ്ട്. അപ്പം അതെല്ലാത്തിനും അവരിന്നും ഒരു പുരാതന ശൈലി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അവരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും പലതും അവർ ഇന്നും അഡോപ്റ്റ് ചെയ്യുന്നവരാണ്. അറിയാം, നമുക്ക് ജപ്പാനെ കുറിച്ച് ഒരുപാട് കേൾക്കുമ്പോഴേ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കൂടാണ് അവിടെ. ഉലഹന്നാൻ സാറൊക്കെ ഇതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ പറയുമ്പോൾ അറിയാം. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതിലുള്ള അവരുടെ അവരുടെ ആത്മാർത്ഥത. അതുപോലെ അറിയാമല്ലോ, ഭൂകമ്പങ്ങളുടെ സ്ഥലമാണ്. ഒരു ഭൂകമ്പം ഉണ്ടായാലും അതുപോലെ തന്നെ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം അവർ തിരിച്ചു പിടിക്കാനുള്ള റെസിലിയൻസ്, അതാണല്ലോ റെസിലിയൻസ് പറയുന്നത്, അതുള്ളവരാണ്. അതുപോലെ പണ്ട് ഉണ്ടായ ലോകമഹായുദ്ധങ്ങളിൽ നിന്നൊക്കെ പോലും ഒരു വലിയ അത്ഭുതത്തോടെ രണ്ടാമതെല്ലാ കാര്യങ്ങളും പണ്ട് എന്തുണ്ടായിരുന്നോ ഒരുപക്ഷെ അതുപോലെയോ
അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചമായിട്ടാണോ ജാപ്പനീസ് രീതികൾ എപ്പോഴും നമ്മൾ കാണാറുള്ളത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ ജാപ്പനീസ് വണ്ടികളുടെ പ്രത്യേകത കണ്ടിട്ടില്ലേ? ഹോണ്ട, അതുപോലെ യമഹ, എല്ലാ എഞ്ചിൻ അവരുടെ എഞ്ചിൻസ് ഒക്കെ ആണെങ്കിലും പ്രിസൈസ് ആണ്. ജാപ്പനീസ് ടെക്നോളജിയുടെ പ്രത്യേകത തന്നെ അതാണ്. അപ്പോൾ അതിനെല്ലാം വളരെയധികം പിന്നെ കണ്ടുപിടുത്തങ്ങളിലൂടെയും അതവർ ഒന്ന് ചെയ്തത് വീണ്ടും പോളിഷ് ചെയ്ത് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉള്ള ഒരു സ്ഥലവുമാണ് ഈ ഈ ജപ്പാൻ. ടൊയോട്ട ആണ് ഏറ്റവും best ആയിട്ടുള്ളത്. യെസ് സാർ, ടൊയോട്ട എക്സാക്ട്. അതെ, best. എല്ലാം ഉണ്ടോ? എല്ലാം അങ്ങനെ പലതും എപ്പോഴും. സോ ദർ ഇസ് ഓൾവേസ് എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അവരുടെ ജീവിത രീതികളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇപ്പം നമുക്ക് ഈ റേക്കി എന്ന് പറഞ്ഞ ഒരു ചികിത്സാ രീതിയുണ്ട്. അത് എനർജി ഹീലിംഗ് എന്നൊക്കെ പറയും. അതൊക്കെ വളരെ എത്രയോ വർഷങ്ങൾ, എത്രയോ യുഗങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രസക്തി ഇപ്പോഴും ഉണ്ട്. റേക്കിൽ കൂടെ എനർജി ഹീലിംഗ് എന്ന് പറയുന്നിട്ടുള്ള വലിയൊരു കൺസെപ്റ്റ് അനേകർ ലോകമെമ്പാടും ഒക്കെയും. പിന്നെ അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നില്ല. അപ്പോൾ അതെന്താണ്? അതൊരു സംസ്കാരമാണ് ശരിക്കും. ആ സംസ്കാരത്തിൽ ഉണ്ടായിട്ടുള്ള രീതികളാണ്, പിന്നെ പരമ്പരാഗതമായ രീതികളാണ്. അതിനെയൊക്കെ അവർ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ പണ്ട് മുതലേ എല്ലാവർക്കും അറിയാമെങ്കിലും അടുത്ത കാലത്ത് പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങൾ അല്ലെ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ പല പല രാജ്യങ്ങളിലും, അല്ലെങ്കിൽ പല വേണമെങ്കിൽ സംഘടനകളെന്ന് പറയാം, ഈ പ്രത്യേക ആരോഗ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ച് സൈക്കോളജിക്കൽ രീതിയിലൊക്കെയും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ അടുത്ത കാലത്ത് തന്നെ വളരെ പിന്നെ ഒരു 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 പ്രോംപ്റ്റ്നെസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായത്. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിലെത്താൻ എന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രേരിപ്പിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ 7 കൺസെപ്റ്റ്സ് എന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ. ജാപ്പനീസ് കൾച്ചർ ഓഫേഴ്സ് ടൈംലെസ് പ്രിൻസിപ്പിൾസ് ടു ഇംപ്രൂവ് ഫോക്കസ്, റെസിലിയൻസ് ആൻഡ് ഹാപ്പിനെസ്. ഞാൻ നേരത്തെ പറഞ്ഞു, റെസിലിയൻസിൻ്റെ കാര്യം പറഞ്ഞു, ഹാപ്പിനെസ്സിൻ്റെ കാര്യം പറഞ്ഞു, ഫോക്കസ്. അപ്പോൾ ഈ ജാപ്പനീസ് സംസ്കാരത്തിൽ തന്നെ ശ്രദ്ധ ഭയങ്കരമാണ്. മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ. ഓക്കെ, അവരുടെ സംസ്കാരത്തിൽ തന്നെ ഒരുപാട് ശ്രദ്ധ, അവരുടെ സഹനശക്തി, അതാണ് റെസിലിയൻസ് എന്ന് പറഞ്ഞ്, സന്തോഷം, ഹാപ്പിനെസ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മെച്ചപ്പെടുത്താൻ അവരുടെ കുറേ തത്വങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെ മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളാണ് അവർ. അപ്പോൾ അങ്ങനെ ജാപ്പനീസ് സംസ്കാരത്തിലുള്ള ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ 7 ആശയങ്ങളോ അല്ലെങ്കിൽ അതിലൊക്കെയും തത്വശാസ്ത്രമുണ്ട്. പിന്നെ നമുക്ക് ഡെയിലി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫിലോസഫി ഉണ്ട്, അസ്തെറ്റിക്സ്, നമ്മുടെ സൗന്ദര്യബോധം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ. വളരെ വളരെ ചുരുങ്ങിയ 7 കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും നമ്മളുടെ സമയപരിധി, നമ്മൾക്കൊരു ഇതിലൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു 7 കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്കൊന്ന് പ്രിസൈസായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 7 കാര്യങ്ങൾ മാത്രം എടുത്തത്. അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇതെല്ലാം വളരെ എന്താണ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ യുഗങ്ങളായിട്ട് തന്നെ ജാപ്പനീസ് കൾച്ചറിൽ ആചരിച്ചിരുന്ന തത്വങ്ങളാണിത്. അപ്പോൾ അതാണ് ഈ ഫിലോസഫി പോലും ചില കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ആരോഗ്യകര, ചില കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതെല്ലാം നമുക്ക് അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി നമ്പർ 1 കൺസെപ്റ്റ്. ഞാൻ 7 കൺസെപ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൺസെപ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഇക്കിഗായി ആണ്. ഇക്കിഗായിയെ കുറിച്ച് കേട്ടിട്ടുള്ളവർ ഇവിടെ ഉണ്ടാകും. ആരെങ്കിലും ഈ ഇക്കിഗായിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് എന്താണെന്ന് അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ആർക്കെങ്കിലും പറയാമോ? ടു ബിഗിൻ വിത്ത് ഒരു ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിൽ. ബുക്ക് വായിച്ചിട്ടുണ്ട്, ഇക്കിഗായി എന്ന ബുക്ക് വായിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ഒരു ജീവിത രീതിയാണ്. കാരണം ഏറ്റവും ഭക്ഷണത്തിലും അതുപോലെ തന്നെ എക്സസൈസിലും. അതായത് 90 വയസ്സിന് മേളിൽ ഉള്ള ആൾക്കാർ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ഒരു ദ്വീപുണ്ട്. അതിന്റെ പേര് ഒക്കിനാമ. അവിടെയുള്ള ആളുകളുടെ ജീവിത രീതിയാണ് ഇക്കിഗായി.
യെസ് സാർ, രാജു സാർ കറക്റ്റാ പറഞ്ഞത്. അതൊരു ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കിഗായ്. ഓക്കെ, ഇക്കിഗായ് എന്നത് ഒരു ജാപ്പനീസ് ആശയമാണ്. അതിനർത്ഥം ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറഞ്ഞാൽ നമ്മൾ ജീവിക്കാനുള്ള ഒരു കാരണമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ രാവിലെ ഉണരാനുള്ള ഒരു കാരണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് എന്താണ് ഞാൻ ഇതിൻ്റെ ആ കൺസെപ്റ്റിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എന്താണ് നമ്മുടെ ജീവിതത്തിന് ശരിക്കും പറഞ്ഞ ഒരു അർത്ഥവും പൂർണ്ണതയും ലക്ഷ്യവും നൽകുന്ന 4 ഫാക്ടേഴ്സ് അവർ കണക്ട് ചെയ്താണ് ആക്ച്വലി ഇക്കിഗായ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന യുവർ റീസൺ ഫോർ ബീയിങ് വെയർ ദ പാഷൻ, മിഷൻ, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഫഷൻ ഇന്റർസെക്ട്. ഈ പറയുന്ന 4 കാര്യങ്ങൾ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് ആണ് ഈ തത്വം ഇരിക്കുന്നത്. അപ്പൊ അതെന്താണെന്നുള്ള ഒരു ചെറിയൊരു ഒരു ഡയഗ്രാം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഇതാണ് ഇക്കിഗായ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു പാഷൻ ഉണ്ട്, നമ്മുടെ മിഷൻ ഉണ്ട്, നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്, പ്രൊഫഷൻ ഉണ്ട്, ജോലിയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്നതും നമ്മൾക്ക് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം, നമ്മൾക്ക് നല്ലതായി ചെയ്യാൻ പറ്റുന്ന കാര്യം, ലോകത്തിന് ആവശ്യമുള്ള കാര്യം, എന്നാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി, ജീവിത ഉപാധിക്ക് വേണ്ടി നമുക്ക് പണം കണ്ടെത്താനും ഉള്ള 4 കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഇക്കിഗായ് ഉണ്ടാവും. ഇതാണ് ഈ 4 ഘടകങ്ങൾ ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾക്ക് ഏറ്റവും നന്നായി ചെയ്യുന്നത്, നമ്പർ 3 ലോകത്തിന് ആവശ്യമുള്ളത്, പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾക്ക് പണമായി ലഭിക്കും, നമ്മുടെ വരുമാനമാകാം, അത് തൊഴിലാകാം. ഈ 4 ഘടകങ്ങളും കൂടെ ഒത്തുചേരുമ്പോൾ ജാപ്പനീസ് തത്വത്തിൽ അത് ഒരു ഇക്കിഗായ് ആണ്. അതായത് ഒരു പൂർണ്ണ ജീവിതം. അങ്ങനെയാണ് ആ പൂർണ്ണ ജീവിതത്തിൽ ഒരു അർത്ഥം അല്ലെങ്കിൽ ഉദ്ദേശവും ലക്ഷ്യമൊക്കെ ഇതാണ്. അങ്ങനെയാണ് ഇക്കിഗായ്. ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരാൾ ഡോക്ടറായിട്ട് ജോലി ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ആ ആള് ഒരു ഡോക്ടറായി ജോലി ചെയ്യുകയും രോഗികളെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നവരുടെ ഇക്കിഗായ് അതായിരിക്കാം. അപ്പോൾ അതിനകത്തെല്ലാം വന്നില്ലേ? ഡോക്ടർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാഷൻ അതായിരിക്കാം ഒരുപക്ഷെ, ഡോക്ടറുടെ മിഷൻ അതാണ്. പിന്നെ ലോകത്തിന് വേണ്ടത്, സമൂഹത്തിലേക്ക് വേണ്ട കാര്യമാണ് ഡോക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കിഗായ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. പലർക്കും ഇതിനെക്കുറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനും കാണും. അപ്പം എൻ്റെ ബോധത്തിൽ, എൻ്റെ അറിവിൽ ഇക്കിഗായ് എന്ന് പറയുന്നത് ദിസ് ദ റീസൺ ഫോർ ബീയിങ് എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ നമുക്കിതിനെ കുറിച്ച് പറയാം. ഇതാണ് ഒരു ഇക്കിഗായ്. ഫൈൻഡ് യുവർ ഇക്കിഗായ്, ലൈഫ് വിൽ ഓവർഫ്ലോ വിത്ത് ജോയ്. നമുക്ക് സന്തോഷം തീർച്ചയായിട്ടും ഇക്കിഗായ് പ്രിൻസിപ്പിൾ കൂടെ തീർച്ചയായിട്ടും കിട്ടും. അതാണ് അതാണ് ഇപ്പം രാവിലെ നമുക്കൊക്കെ ജീവിക്കാനുള്ള ഒരു ആക്ച്വലി പറഞ്ഞാൽ ഒരു ആവേശമാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കിഗായ്. എല്ലാം ഉണ്ട് ഈ കൺസെപ്റ്റിൽ. ഒരു മനുഷ്യജന്മം എന്നുള്ള രീതിയിലെല്ലാം അടങ്ങിയിരിക്കുന്നു. അതാണ് കൺസെപ്റ്റ് നമ്പർ 1 ഇക്കിഗായ്. ലെറ്റ് us look at what is the concept number 2. അപ്പോൾ ഇക്കിഗായിൽ കൂടെ നമുക്കുള്ള ഫലപ്രാപ്തിയാണ് ഈ പിക്ചറേഷനിൽ കൂടെ അല്ലെങ്കിൽ ഈ ഇമേജിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് വാബി സാബി എന്ന് പറയും. കൺസെപ്റ്റ് നമ്പർ 2 is called the വാബി സാബി. വാബി സാബി എംബ്രേസ് ദി ഇംപെർമനൻസ് എന്ന അപൂർണത എന്നാണ് ആ ഇംഗ്ലീഷ് വേർഡിന്റെ ഒരു മലയാളം നോക്കിയിട്ടുണ്ടെങ്കിൽ അപൂർണത. അപ്പോൾ വാബി സാബി എന്ന് പറയുന്ന 2 വേർഡ്, അപൂർണതയും ക്ഷണികമായിട്ടുള്ളതിനെ അംഗീകരിക്കുന്നതിനാണ്. എംബ്രേസ് ദി ഇംപെർമനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പൂർണ്ണമല്ലാത്തതിനെയും ക്ഷണികമായതിനെയും നമ്മൾ അംഗീകരിക്കുന്നു. അതാണ് വാബി സാബി എന്ന ജാപ്പനീസ്. അതൊരു ആക്ച്വലി ഒരു തത്വമാണ്, അതൊരു മൗലിക തത്വമാണ് ശരിക്കും പറഞ്ഞാൽ. ക്ഷണികത, അതാണ് ഇംപെർമനൻസ് എന്ന് ഞാൻ പറഞ്ഞത്. അപൂർണത, നമുക്കുണ്ടാകുന്ന ഒരു കാര്യത്തിലുള്ള ഇംപെർഫെക്ഷൻ, പിന്നെ ഇതെല്ലാം ഈ വാബി സാബിയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ട കീ ലെസൺസ് എന്തൊക്കെയാണ്? ഫൈൻഡ് ബ്യൂട്ടി ഇൻ ദി ഇംപെർമനൻസ് ഓഫ് ലൈഫ്. അപ്പോൾ അതാണ് നമ്മുടെ അപൂർണതയിൽ ഒരു സൗന്ദര്യം, പൂർണ്ണത അല്ലാതിരിക്കുന്ന ഒരു കാര്യത്തിൽ നിറഞ്ഞിരിക്കുന്ന സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നു. ഓക്കെ,
അതാണ് വാബി സാഹിബിയുടെ മന്ത്രം തന്നെ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണത ഇല്ലാത്തതിൽ നിറഞ്ഞിരിക്കുന്ന ജീവിതം. അതാണ് വാബി സാബി എന്നുള്ള സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നിർവചനം വേണമെങ്കിൽ പറയാം, ഫൈൻഡ് ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ ആൻഡ് ട്രാൻസിയൻസ്. ഓക്കെ, പലപ്പോഴും നമ്മൾ ഈ പെർഫെക്ഷന് കൂടുതൽ ഏറ്റവും വലിയ പെർഫെക്ഷൻ്റെ പുറകെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടാതെ വരുമ്പോൾ അതിൽ നിന്ന് നിരാശയും, ചിലപ്പോൾ അത് ചില കാര്യങ്ങളെ നമ്മളെ പൂർണ്ണതയിൽ എത്തിക്കാൻ പോലും സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇംപെർഫെക്ഷനിലും ഉള്ള ബ്യൂട്ടി നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ എംബ്രൈസിങ് ദി ഇംപെർമനൻസ് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഹൗ ടു അപ്ലൈ. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഫ്ലോസ് ഒക്കെ ഉണ്ട്, നമ്മളിലുണ്ട്, മറ്റുള്ളവരിലും ഉണ്ട്, നമ്മുടെ ജീവിതത്തിലും ഇത് ഉണ്ട്. എല്ലാം മാറും എന്ന സത്യം സ്വീകരിക്കാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഒന്നും ഈ ക്ഷണികമായിട്ടുള്ള കാര്യങ്ങൾ മാറാം, എല്ലാം മാറുമെന്ന സത്യം നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ദുഃഖവും സന്തോഷവും ക്ഷണികമാണ് അല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. ജീവിതത്തിൻ്റെ ക്ഷണികതയിൽ പോലും നമുക്ക് സൗന്ദര്യം കണ്ടെത്താൻ പറ്റും. ചെറിയ കാര്യങ്ങളിൽ, ചെറിയ സമയത്തേക്കുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന കൺസെപ്റ്റാണ് വാബി സാബി എന്ന് പറയുന്നത്. ഇതുപോലെ ഇത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടാണ്, എങ്കിലും അതിൻ്റെ സൗന്ദര്യമുണ്ട്. അത് നേരത്തെ സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇംപെർമനൻസിൽ നമ്മൾ അതിനെ എംബ്രേസ് ചെയ്യുക. ഈ ഇത്രയും സൗന്ദര്യമുള്ള ഒരു വസ്തു തന്നെ അത് പൊട്ടിപ്പോയെങ്കിലും അതിനകത്ത് ഇപ്പോഴും ഒരു സൗന്ദര്യമുണ്ട് ആ പോട്ടിൽ. അതാണ് വാബി സാബി എന്ന കൺസെപ്റ്റ് പറയുന്നത്. അടുത്തത് കൺസെപ്റ്റ് നമ്പർ 3, കൈസൻ. കൈസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും നമ്മൾ ഇന്ന് കാണുന്ന ഈ സാധനവും നാളെ അതിൻ്റെ അടുത്ത ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ ദെർ വിൽ ബി എ ചേഞ്ച്. അപ്പോൾ ഒന്നും പെർഫെക്റ്റ് അല്ല, പക്ഷേ നമുക്കതൊരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിൽ കൂടി നമുക്ക് അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്താം എന്നാണ് കണ്ടിന്യൂസ് കൈസൻ എന്ന ഈ കൺസെപ്റ്റിൽ കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇതിൻ്റെ എന്താണ്, വാട്ട് ഈസ് ദി മീനിങ്, അർത്ഥം എന്താണെന്ന്? ഈ കൈസൻ എന്ന് പറയുന്ന ഇതൊരു ശരിക്കും എന്താണ്, ചെറിയ ചെറിയ തുടർച്ചയായ മാറ്റങ്ങൾ വഴി, അതായത് ചെറിയ മാറ്റങ്ങളിൽ കൂടി വലിയ ബെനിഫിറ്റ് ഉണ്ടാകുന്നു. സെറ്റ് സ്മോൾ അച്ചീവബിൾ ഗോൾസ്, ഇംപ്രൂവ് സ്ലോലി. നമ്മൾക്കറിയാം ഒരു പക്ഷേ ഈ ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് വലിയ വലിയ ഗോളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലുള്ള ഒരു പ്രിൻസിപ്പിൾ ഒന്നാണ്, ഇഫ് യു ഹാവ് എ ബിഗ് ടാസ്ക് ബ്രേക്ക് ഇൻ ടു ദ സ്മോൾ ആൻഡ് ദോസ് സ്മോൾ ടാസ്ക് ക്യാൻ ബി, ഇറ്റ് ഈസ് ഈസി ടു ഡു. ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ വലിയ ടാസ്കിൽ നിന്നാണ് ചെറിയ ടാസ്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ചെയ്ത് യു ക്യാൻ അച്ചീവ് യുവർ ഗോൾ. അപ്പം അതാണ് ഈ പ്രിൻസിപ്പിൾ കൂടെ, അതായത് തുടർച്ചയായ മാറ്റങ്ങൾ വേണം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ 2 വേർഡാണ് ജാപ്പനീസിൽ പറയുന്നത്. ഈ കൈസൻ എന്ന് പറഞ്ഞാൽ, കൈ എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അതിൻ്റെ ജാപ്പനീസിൽ അതിൻ്റെ അർത്ഥം. സെൻ എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പം നല്ലതിനായിട്ടുള്ള മാറ്റം കൊണ്ടുവരിക ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, അതാണ് ശരിക്കും കൈസനിലൂടെ നമ്മൾ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ത്രൂ സ്മോൾ ഇൻക്രിമെന്റൽ സ്റ്റെപ്പ്, ബേബി സ്റ്റെപ്സ് എടുക്കുക. വലിയ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ടേക്ക് സ്മോൾ സ്റ്റെപ്സ്. സോ ഫൈനലി യു വിൽ ബി റീച്ചിങ് ടു യുവർ ഡെസ്റ്റിനേഷൻ. അതാണ് ഈ കൈസൻ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആശയം അത് തന്നെയാണ്. എന്താണ് നമുക്ക് ഇതിനെ എങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഫോക്കസ് ഓൺ അറ്റ്ലീസ്റ്റ് 1% ഡെയിലി പ്രോഗ്രസ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 100% വേണ്ട, അതിൽ 1% നമ്മൾ ഒരു പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ. ദിവസവും 1% മെച്ചപ്പെടുത്തുക. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ, ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഒരു 5 പേജ് ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് മതി. അറ്റ്ലീസ്റ്റ് യു ഹാവ് read 5 pages of a book. That's a 1%. അതുപോലെ നമ്മൾ ഈ എക്സർസൈസ് ചെയ്യുന്നതിലുള്ള പലർക്കും എന്താണ്, നമ്മൾ
എക്സസൈസ് ഒക്കെ ന്യൂ ഇയർ റെസൊല്യൂഷനിലൂടെ ഒക്കെ പലരും ഒക്കെ തുടങ്ങി വെക്കും. ഞാൻ ഈ 2025 ജനുവരി 1 മുതൽ ഞാൻ എൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറ്റിയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യാൻ പോകുന്ന പ്രതിജ്ഞ എടുക്കുന്നവരുണ്ട്. പക്ഷേ ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ആരംഭശൂരത്വം എന്ന് പറഞ്ഞ മാതിരി പലർക്കും അത് ചെയ്യാതൊക്കെ സാധിക്കാതെ പറ്റുന്നവരുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ 45 മിനിറ്റ് നടക്കണം എന്നുള്ള ആണ് നമ്മുടെ ഒരു ടാർഗറ്റ് എങ്കിൽ ഈ 45 മിനിറ്റ് എല്ലാ ദിവസവും ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ യു വർക്ക് ഫോർ 10 minutes, 15 minutes. ഈവൻ ദെൻ ദാറ്റ് ഇസ് എ പ്രോഗ്രസ്. ഇറ്റ്സ് എ ഡെയിലി പ്രോഗ്രസ്. അപ്പോൾ എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി വലിയ കാര്യം സാധിക്കുക എന്ന് പറയുന്ന പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ കാര്യങ്ങളിൽ കൂടി എല്ലാം സാധിക്കാമെന്നുള്ളത് നമുക്ക് ഒരു വലിയ തിരിച്ചറിവായിരിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്വയം ചോദിക്കാം, ഞാൻ ഇന്ന് എന്താണ് ഒരു ചെറിയ മാറ്റം എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ യു ക്യാൻ ആസ്ക് യുവർ സെൽഫ്. എവരിബഡി ക്യാൻ, ഈവൻ ഇൻക്ലൂഡിങ് മീ. ഞാൻ തന്നെ ഇന്ന് ചോദിക്കണം, ഇന്ന് ഈ ദിവസം ഇപ്പോൾ മുതൽ എന്തൊരു ചെറിയ മാറ്റമാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ള കൺസെപ്റ്റിൽ പോയാൽ ആക്ച്വലി അത് കൈസനാവുന്നു. എ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ്. അത് നാളെ കുറച്ചുകൂടെ ഒരു 1% കൂടിയിട്ടുണ്ടെങ്കിൽ സോ ഫൈനലി യു ആർ നിയറിങ് ടു യുവർ ടാർഗറ്റ്. അതാണ് കൈസനിൽ കൂടെ നമ്മൾ നേടുന്ന നേട്ടം. നമ്പർ 4, കിൻറ്റുസുഗി എന്ന് പറയും. കിൻറ്റുസുഗി. ഈ പേരുകൾ, ഈ ജാപ്പനീസ് പേരുകളൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് അത്ര പരിചയമില്ലാത്ത ലാംഗ്വേജ് ആയതുകൊണ്ട് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എങ്കിൽ പോലും കേൾക്കുന്നത് പോലെ ഒരു സുഖമാണ്. സത്യത്തിൽ ജാപ്പനീസ് ഭാഷയ്ക്കൊരു സുഖമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ഈ കിൻറ്റുസുഗി എന്ന കൺസെപ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം. റിപ്പയറിങ് പോട്രി വിത്ത് ഗോൾഡ്. നമുക്കറിയാം ഈ പ്രത്യേകിച്ച് സിറാമിക് പാത്രങ്ങളൊക്കെ പൊട്ടിയ നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണെങ്കിൽ നമുക്കത് വീണ്ടും യോജിപ്പിച്ചാൽ അത് യോജിപ്പിക്കുന്ന ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ആ പഴയ സൗന്ദര്യം തന്നെ കിട്ടും. ഓക്കെ, അതെന്താണ്? അപ്പം ഇതിൻ്റെ ലെസൺ എന്താണ് എന്ന് ചോദിച്ചാൽ, no matter how broken things may seem, you can always put the pieces back together. ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, പൊട്ടിപ്പോയ കാര്യങ്ങൾ എങ്ങനെ വിരൂപമായിട്ടാണ് തോന്നുന്നെങ്കിലും ഒരുപക്ഷെ ചെറിയൊരു അധ്വാനത്തിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ക്ഷമ ഉപയോഗിച്ച് അതിനെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ പറ്റും. ഓക്കെ, ഇത് പല കാര്യത്തിലും എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നോക്കിയാലും നമുക്കിത് സാധിക്കും. ഈ കിൻറ്റുസുഗി അതാണ് ശരിക്കും ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ view your mistakes, failures or emotional scars as part of your unique story. നമ്മുടെ ജീവിതത്തിലൊക്കെയും നമുക്കൊക്കെയും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാകും, പരാജയങ്ങൾ പറ്റിയിട്ടുണ്ടാവും. എങ്കിലും ആ പരാജയങ്ങളും ഈ പറയുന്ന പിഴവുകളിൽ കൂടിയൊക്കെ ആണെങ്കിൽ ആകെ തുക നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതം അത്ര മോശമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഇതൊരു ബ്രോക്കൺ ഒരു പീസാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് റിപ്പയറിങ് പോട്ടറി വിത്ത് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വീണ്ടും അതിൻ്റെ സൗന്ദര്യം കിട്ടി. അപ്പോൾ പഴയ കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ട് എന്താണ് ശരിക്കും ഈ ശരിക്കുള്ള അതിൻ്റെ ഒറിജിനൽ രൂപത്തേക്കാളും ചിലപ്പോൾ നമ്മൾ ഇത് രണ്ടാമത് ചേർക്കുമ്പോൾ ആ ഒറിജിനൽ ഭാവത്തേക്കാളും ചിലപ്പോൾ അതിനേക്കാളും മനോഹരമായിട്ടായിരിക്കും ഈ രണ്ടാമത് കൂട്ടി യോജിപ്പിച്ച കാര്യങ്ങൾക്കുള്ള ഭംഗി. അതാണ് കിൻറ്റുസുഗി പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ പരാജയങ്ങളോ നമുക്ക് മുറിവുകളോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനെ ഉണ്ടായെങ്കിലും ദറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി. ഓക്കെ, നമ്മൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഓർക്കാനും ഓർത്തിരുന്നാലും ഒക്കെ ഇരുന്നല്ലോ നമ്മൾ ആ പഴയ കാര്യങ്ങൾ ഓർത്താൽ തന്നെ നമുക്കൊരു റെസിലിയൻസ് ആവും. അതാണ് കിൻറ്റുസുഗിയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. നമ്പർ 5, ഹരാഹാച്ചിബു. ഇതൊരു പ്രത്യേക 3 വേർഡുകളാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ മുതൽ ഉപയോഗിക്കേണ്ട വളരെ അത്യാവശ്യമുള്ള ഒരു കൺസെപ്റ്റാണ് ശരിക്കും പറയുക. എന്താണ്? ഈറ്റ് അൺടിൽ യു ആർ 80% ഫുൾ. 80% മാത്രം വയറ് നിറയുക എന്നാണ് ഈ കൺസെപ്റ്റിൽ കൂടെ പറയുന്നത്. 80% വയറ് നിറയുന്നത് വരെ മാത്രം ഭക്ഷണം കഴിക്കുക.
ഹരാഹാച്ചിബു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേരത്തെ രാജു സാറ് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടാവും. ഒക്കിനാവ എന്ന ദ്വീപിലെ ആൾക്കാരുടെ ആയുസ് ശരിക്കും എല്ലാവർക്കും ലോകമെമ്പാടും അറിയാവുന്ന ഒരു കാര്യമാണ്. 100-110 വയസ്സുള്ള ആൾക്കാർ അവിടെ വളരെ യങ്ങായിട്ട് ദീർഘായുസോടെ ഇരിക്കുന്നതിന്റെ കാരണം ഇതാണ്. എന്താണ് എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒക്കിനാവ ദ്വീപിലെ ആൾക്കാരുടെ ദീർഘായുസിനെ കുറിച്ച് രാജു സാർ അത് നേരത്തെ പറഞ്ഞു. സാർ അത് തുടങ്ങിയത് തന്നെ അതാണ്. ഭക്ഷണം കൊണ്ട് ഫുൾ നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കാനുള്ളതായ അതില്ല, സ്പേസ് ഇല്ല. യെസ്. അപ്പോൾ ഈ ദീർഘായുസിന്റെ ഒരു രഹസ്യം അതാണ് രാജു സാറേ. അവര് ജീവിച്ചിരിക്കുന്നതിന്റെ കൂടുതൽ ആയുസോടെ ദീർഘായുസോടെ ജീവിച്ചിരിക്കുക, ആരോഗ്യമുണ്ട് അവർക്ക്. അതിന്റെ കാരണം എന്താണ്? സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ഔഷധം പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ ദീർഘായുസ് കിട്ടുന്നതെന്ന് അത് അന്ന് മുതൽ തെളിയിച്ച കാര്യമാണ്. ഇപ്പോഴും ഒക്കിനാവ എന്ന ദ്വീപിലെ ആൾക്കാർക്ക് 110, 110 ഇയേഴ്സ്, 100 ഇയേഴ്സ് എബവ് ആണ് അവരുടെയൊക്കെ ശരാശരി ആയുസ് എന്നാണ് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ ഇതെങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ അവര് ഒരുപാട് ടെക്നിക്കുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് യുവർ ഫുഡ്, ലെറ്റ് യുവർ ബോഡി ടെൽ യു വെൻ ടു സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മൾ രുചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ പറയും ഇതെപ്പം നിർത്തണമെന്ന്. സോ യു ഹാവ് ടു ലിസൺ ദാറ്റ്. കുഡ് ഐ ഈറ്റ് എ ലിറ്റിൽ മോർ? യെസ്, ബട്ട് ഐ ഡോണ്ട് നീഡ്. അപ്പം നമ്മളെടുക്കുന്ന ഒരു തീരുമാനം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പവർ കൂടെ വരുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിന്റെ പവർ വരുന്നുണ്ട്, നമ്മുടെ മാനസികമായിട്ടുള്ള ശക്തി ഇതിനകത്ത് വരുന്നുണ്ട്. സോ ട്രിക്ക് യുവർ ബ്രെയിൻ ഇൻ ടു ഫീലിംഗ് സാറ്റിസ്ഫൈഡ് വിത്ത് ലെസ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ചെറുകയൊന്ന് കളിപ്പിച്ചാൽ മതി. എന്ത്? ഫീലിംഗ് സാറ്റിസ്ഫൈഡ് വിത്ത് ലെസ്. കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് മനസ്സിലാക്കിയ എനിക്ക് ഫുള്ളായി. അപ്പം ഈ ദീർഘായുസുള്ളവരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അവർ ശരിക്കും പറഞ്ഞാൽ വളരെ സ്ലോയിലെ ഭക്ഷണം കഴിക്കുള്ളൂ, മന്ദഗതിയിൽ ഭക്ഷണം കഴിക്കുക. അവർ ഭക്ഷണം ലിക്വിഡ് മാതിരിയാണ് കഴിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താണ്? ഭക്ഷണം മതിയായി ചവച്ച് അതിൻ്റെ സലൈവയൊക്കെ ചേർത്ത് ഏറ്റവും ജ്യൂസി ആയിട്ടാണ് ഈ ഒക്കിനാവ ദ്വീപിലെ ആൾക്കാരുടെ ഭക്ഷണം കഴിക്കുന്ന രീതി പോലും. സോ ദീസ് ആർ ഓൾ കൗണ്ടിങ്. ഓക്കെ, അപ്പം നമ്മളും അതാണ് ചെയ്യേണ്ടത്. ഒരു 80% നിറഞ്ഞു നമ്മുടെ മനസ്സിനെ കബളിപ്പിച്ചു. അല്ലെങ്കിൽ നമുക്ക് അവർ ചെയ്യുന്ന വേറൊരു വലിയ ടെക്നിക്കാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നിറയെ വെള്ളം കുടിക്കുക. അപ്പോൾ കുറച്ചേ കഴിക്കുകയുള്ളൂ. അവർ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ ചെറുതാണ്. അവർ വലിയ പ്ലേറ്റ് ഒരിക്കലും ഉപയോഗിക്കില്ല. അപ്പോൾ എന്താണ്? ആ പ്ലേറ്റ് നിറഞ്ഞു എന്ന് നമ്മുടെ ബ്രെയിന് തോന്നുകയും ചെയ്യും. ദേ ആർ ഈറ്റിംഗ് ലെസ് ആക്ച്വലി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ശീലങ്ങളിൽ കൂടിയാണ് ഈ കൺസെപ്റ്റുകളിലൊക്കെയും. അപ്പോൾ ഇതൊരു ഡെയിലി ശീലമായിരിക്കണം. ഈ ശീലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ പാർട്ട് ഓഫ് ദി ലൈഫ് ആവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റും കിട്ടുള്ളൂ. ഉദാഹരണത്തിനാണ് ഈ പറയുന്നത്, ഇതൊരു വലിയ പ്രിൻസിപ്പിൾ തന്നെയല്ലേ, ഈറ്റ് അണ്ടിൽ യു ആർ 80% ഫുൾ. അത് മതി ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശീലമാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ശാസ്ത്രീയ അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടും. എന്താണ്? അപ്പോൾ ഈ രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ശരിക്കും നമ്മുടെ കൺട്രോളിലാക്കാൻ പറ്റും. ഒക്കിനാവ ആൾക്കാരെ പോലെ 100 വയസ്സിന് മേലെ ജീവിക്കാൻ പറ്റും ആരോഗ്യത്തോടെ. അപ്പോൾ അതൊരു പ്രാക്ടീസിൽ കൂടി ഇതെല്ലാം സാധിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിന് തെളിവുകളാണ് ഈ ജീവിച്ചിരിക്കുന്ന ഇവർ. അപ്പോൾ എല്ലാവരും ഹരാഹാച്ചിബു എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യുക. ഈറ്റ് അണ്ടിൽ യു ആർ 80% ഫുൾ. ഓക്കെ, നമ്പർ 6. അപ്പോൾ ഇതുപോലെ നമ്മുടെ മേശപ്പുറത്ത് നിറയെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമേ, നമ്മുടെ ഡൈനിങ് ടേബിളിൽ, നമ്മുടെ ഫ്രിഡ്ജിൽ, നമ്മുടെ സ്റ്റോറുകളിൽ, വീടുകളിൽ, പറമ്പുകളിൽ. ബട്ട് റിമെമ്പർ ദിസ് കൺസെപ്റ്റ് ഹരാഹാച്ചിബു. ഓക്കെ, ഈറ്റ് ഓൺലി 80%. ഇതൊന്നും നമുക്ക് വേണ്ടിയുള്ളതാണ്, പക്ഷേ ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതല്ല എന്നുള്ള ഒരു തോന്നലും കൂടെ നമുക്ക് ഈ കൺസെപ്റ്റിൽ ചേർക്കാം. ലെറ്റ്സ് ഗോ ടു നമ്പർ 6. ഉബോട്ടറി എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ.
ഉബത്തോറി എന്നും വേണമെങ്കിൽ ജാപ്പനീസിൽ പറയാം ഇതിന്. ഉബൈത്തോറി എന്നാണ് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഇതും നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ നമ്മുടെ ലൈഫ് സൈക്കിളിലോ ഒക്കെ ഉപയോഗിക്കാവുന്ന വലിയൊരു പ്രിൻസിപ്പിളാണ് ശരിക്കും. എന്താണ്? ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് ഓർ ടു അതേഴ്സ്. എന്താണ്? മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യാതിരിക്കുക. വലിയ കൺസെപ്റ്റ് അല്ലേ? യു ആർ യു എന്ന് പറയുന്ന പോലെ. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടിട്ടാണ് ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ. ആപ്പിളും ഓറഞ്ചും കൂടെ കമ്പയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ കൺസെപ്റ്റ്. ഉബൈത്തോറി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ്. വലിയ അർത്ഥമുള്ള ഒരു കൺസെപ്റ്റാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എംബ്രേസ് യുവർ ഓൺ യുണീക്ക് ടൈം ലൈൻ. നമ്മൾ ജനിച്ചത് നമ്മുടെ ആ വ്യക്തിത്വത്തിനെ എംബ്രേസ് ചെയ്യണം. മറ്റുള്ള പലരും കാണും സൗന്ദര്യത്തിൽ ഒരുപക്ഷെ നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവരുണ്ടാവും, അറിവിൽ സൗന്ദര്യമുള്ളവരുണ്ടാവും, കഴിവിൽ സൗന്ദര്യമുള്ളവരും. പക്ഷേ നമ്മൾ അവരുമായിട്ട് എന്തിനു കമ്പയർ ചെയ്യണം? അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നമ്മളെ തന്നെ നിന്നാൽ പോരെ. അപ്പോൾ അത് നിന്ന് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രയോജനം? ബ്ലൂം ഇൻ യുവർ ഓൺ ടൈം ഇൻ യുവർ ഓൺ ഡേ. നമ്മളിൽ കൂടെ തന്നെ വളരുക. നമ്മുടെ കിട്ടിയ കഴിവുകളും മെച്ചപ്പെടുത്തിയ കഴിവുകളും എല്ലാം കൂടി നമുക്ക് അതിൽ കൂടി വളരാൻ തീർച്ചയായിട്ടും. ഓക്കെ. ഉദാഹരണം ഞാൻ എഴുതിയിരിക്കുന്നത്, എല്ലാവർക്കും CEO ആകാൻ പറ്റുകയല്ല ശരിക്കും. നോട്ട് എവരി വൺ ബിക്കം CEO ഒരു കമ്പനിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാവർക്കും ഒന്നും CEO അല്ലെങ്കിൽ COO CEO അങ്ങനെയുള്ള പ്രസിഡന്റ് അതൊന്നും പറ്റത്തില്ല. ഓക്കെ. എന്നാൽ ചിലർക്ക് പറ്റുകയും ചെയ്യും. ഉദാഹരണത്തിന് ഈ ഹാരി പോട്ടർ എഴുതിയ JK റോളിങ്ങിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. അവർ ഈ പുസ്തകം എഴുതിയിട്ട് എത്ര പബ്ലിഷേഴ്സിനെ അവരെ റിജക്റ്റ് ചെയ്തു. പക്ഷെ അവസാനം JK റൗളിംഗ് എന്ന് പറഞ്ഞ ഹാരി പോട്ടർ എഴുതിയ ആളിന്റെ സ്ഥിതി എന്തായി? അപ്പൊ അതാണ്, അവരാരെയും കമ്പയർ ചെയ്യുന്ന പോലില്ല. സോ ദർ വിൽ ബി എ ഡേ ഫോർ എവ്രി വൺ. നമ്മൾ അതിൽ വിശ്വസിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ പഴങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ആപ്പിളും ഓറഞ്ചും കൂടെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ആപ്പിളും പീച്ചും കൂടെ പ്ലംബും കൂടെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം അതിൻ്റെതായിട്ടുള്ള യുണീക്നെസ് ഉള്ള കാര്യങ്ങളാണ്. ഓരോ പൂവും അതിൻ്റെ സൗന്ദര്യമുണ്ട്, അല്ല ആ പഴത്തിന് അതിൻ്റെ സൗന്ദര്യമുണ്ട്, അതിൻ്റെ ഗുണമുണ്ട്, അതിൻ്റെ മണമുണ്ട്. അപ്പോൾ അതായിട്ട് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. നമ്മുടെ ലൈഫിലും ഈ പറയുന്ന തത്വങ്ങൾ ഒരു പക്ഷേ നമ്മൾ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ നമുക്ക് നമ്മളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. നമ്മൾ മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യില്ല. സോ വി ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ അവർ സെൽഫ് ആക്ച്വലി. നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ ആ വ്യക്തിത്വവും നമ്മുടെ ആ സെൽഫിനെയും നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിനെ അറിയാനും ഈ പറയുന്ന ടെക്നിക്കിൽ കൂടെ ഒരു പക്ഷേ സാധിക്കും. അതുപോലെ തന്നെ ഇനി നമ്മളെക്കാളും മെച്ചപ്പെട്ട ഒരാളുണ്ട്, അല്ല എന്നേക്കാൾ മുന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം പോലും അപ്രസക്തമാണ്. ആയിക്കോട്ടെ, നമ്മളെക്കാളും എല്ലാ തരത്തിലും കഴിവുള്ള ഒരുപാട് പേരുള്ള ഒരു സമൂഹത്തിൽ കൂടെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളും അതിലൊരുപ്പെട്ട ഒരാൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ കമ്പാരിസണിന് പോകുമ്പോഴാണ് ഈ കുഴപ്പങ്ങളെല്ലാം. അപ്പോൾ അത് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ആരെങ്കിലും മുന്നിൽ ഇപ്പം നമ്മൾ റോഡിൽ തന്നെ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്നവരാണല്ലോ നമ്മളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൾച്ചറൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളെ ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നത്, നമ്മുടെ വണ്ടിയെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഉള്ളിൽ എന്നെ ഓവർടേക്ക് ചെയ്തല്ലോ, ആരാണ് എന്നെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യാറില്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ചെയ്യാത്തവരും ഉണ്ടാകാം. എങ്കിലും അപ്പോൾ എന്താണ്, നീ എന്നെക്കാളും മുന്നിൽ കയറി എങ്ങും പോകണ്ട എന്നുള്ളൊരു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കരടാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനല്ലാതെ മറ്റാരും അങ്ങനെ മുന്നേറണ്ട എന്നുള്ള ഒരു പക്ഷേ നമ്മുടെ ഒരു മാനസിക വൈകൃതമൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അതീ പറയും മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ്. അപ്പം അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളിലേക്ക് തന്നെ വരാൻ പറ്റും. നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ശരിക്കുള്ള ആ സത്വം എന്താണെന്നതിനെ കുറിച്ചുള്ള ഒരു ഉള്ളിലേക്കുള്ള നോട്ടമാണ് നമ്മൾ മറ്റുള്ളവരിൽ കൂടുതൽ ശ്രദ്ധ ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ
അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ഞാൻ വായിച്ചതിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, നമ്മളെല്ലാവർക്കും പോരായ്മകളുള്ളവരാണ്. ആരാണ് 100% ഈ ലോകത്തിൽ പെർഫെക്റ്റായിട്ട് ഉള്ളത്? അല്ലെങ്കിൽ എല്ലാവരിലും ഈ 100% പെർഫെക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മളിലുള്ള പോരായ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വി ക്യാൻ ബി ഹാപ്പി. നമ്മളുള്ള കഴിവുകളെ നമ്മൾ എംബ്രേസ് ചെയ്യുകയും ചെയ്യും. എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഈ ഉപത്തോറിയുടെ ഒരു മനഃശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈക്കോളജി അതാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഈ താരതമ്യം ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നവരുടെ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്, നമ്മൾ മറ്റുള്ളവർ വിജയിക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ നമുക്കതൊരു സന്തോഷമായിട്ട് തന്നെ തോന്നണം. നമ്മളെ താഴ്ത്താൻ പാടില്ല. ഒരാൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊട്ടും താഴ്ന്നില്ലല്ലോ. അപ്പം ഈ ഉഭയത്വരി എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു 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 വലിയൊരു ഒരു അഗാധ പഠനം തന്നെ നടത്താം. ഓരോ കാര്യത്തിൽ എടുത്ത് നോക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ടു മീ ദിസ് കൺസെപ്റ്റ് ഉഭയത്വരി എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റാണ് എനിക്ക് ഏറ്റവും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത്. ഈ 7 എണ്ണത്തിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ഞാൻ നോക്കിയിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ കമ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ നിലനിൽക്കും. ലെറ്റ് us കം ടു ദ കൺസെപ്റ്റ് നമ്പർ 7. ഇതിന് ഗമൻ എന്ന് പറയും. കീപ് ഡിഗ്നിറ്റി ഡ്യൂറിങ് ഡിസ്ട്രസ്. എന്താണ്? ദുഃഖത്തിലും അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലും നമ്മുടെ സംയമനം നിലനിർത്തണം. കീപ് ഡിഗ്നിറ്റി ഡ്യൂറിങ് ഡിസ്ട്രസ് വലിയ അർത്ഥമുള്ള കാര്യങ്ങളും തന്നെയാണ്. ശരിക്കും ഈ ഗമൻ എന്ന് പറഞ്ഞ ഈ ജാപ്പനീസ് വേർഡിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ക്ഷമ എന്നാണ്. ക്ഷമ, ധൈര്യം എന്നിവയെല്ലാം ചേർത്ത് നിയന്ത്രിക്കുന്ന ഒരു 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 കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞത്. അതായത് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നമ്മൾ കുറച്ച് ആത്മനിയന്ത്രണം, കുറച്ച് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ, നമ്മുടെ കുറച്ച് മാന്യത ഒക്കെ പിന്നെ പരിശീലിക്കണം. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കൊടുങ്കാറ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇളകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ജാപ്പനീസുകാരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അത്രമാത്രം മോശമായിരുന്നു. എത്ര ഭൂകമ്പങ്ങൾ കണ്ടവരാണ്, ലോക മഹായുദ്ധം കണ്ടവരാണ്. അപ്പോൾ അവരതിലൊന്നും അതാണ് ആ ഡിസ്ട്രസ് വന്നപ്പോൾ പോലും അവർ അനങ്ങിയില്ല, അവർ കുലുങ്ങിയില്ല. അപ്പോൾ അതാണ് ഈ പറയുന്ന ഗമൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ലെസൺ. എന്താണ്? മീറ്റ് ഹാർഡ് ടൈംസ് വിത്ത് പേഷ്യൻസ് ആൻഡ് പെർസെവറൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ ജീവിതത്തിലും ഉയർച്ചയും താഴ്ചകൾ ഉണ്ടാകാറുള്ളത് സർവ്വസാധാരണമാണ്. അതാണ് ജീവിതം എന്ന് പറയുമ്പോൾ. മോശമായ സമയം വരുമ്പോഴും നമുക്ക് വേണ്ടതാണ് ഒന്ന് സ്വയം അടങ്ങാൻ പഠിക്കുക, നമ്മൾ തന്നെ. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ വേണം. എൻഡ്യൂറിങ് ഹാർഡ്ഷിപ്പ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് പേഷ്യൻസ്. അതാണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം ശരിക്കും പറഞ്ഞിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. ഈ മുള എന്ന് പറഞ്ഞതിന് ഇതാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണിച്ചിരിക്കുന്നത് ബാംബു. ഇത് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സാധനമാണ്. അത് കാറ്റ് വന്നു കഴിഞ്ഞാലുണ്ടോ, ആ കാറ്റിൽ ആടി ഒലയുന്നുണ്ടെങ്കിലും ഇതിന് വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും സംഭവിക്കില്ല. അത് വീണ്ടും പഴയ പോലെ തന്നെ ഉയർന്നു നിൽക്കും. ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. എന്ത് കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാലും എല്ലാം സഹിച്ചു നിൽക്കും. ഓക്കെ, വരട്ടെ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ കൊടുങ്കാറ്റിൽ കൂടി വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ ചെയ്യുന്നുള്ള ദൃഢനിശ്ചയമുള്ള ജീവിതത്തിലുള്ള ഒരുപാട് നമ്മുടെയൊക്കെ ലൈഫിൽ തന്നെ എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഒരുപാട് പേരെ അവരവർക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു ഉദാഹരണമായിരിക്കും. കാര്യം നമ്മൾ കടന്നുപോയ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഒരു പക്ഷേ നമ്മൾ സ്വയം നിയന്ത്രിച്ചിട്ടുണ്ടാവണം, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ടാവണം. അതുപോലെയാണ് നമ്മുടെ ഫീലിങ്സ്. നമുക്ക് എല്ലാവർക്കും ദുഃഖം, നിരാശ, ക്രോധം, ദേഷ്യം, ഇതൊക്കെ നമ്മൾ ഒരു പക്ഷേ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കണം വി ഹാവ് കെപ്റ്റ് അവർ ഡിഗ്നിറ്റി ഡ്യൂറിങ് ഡിസ്ട്രസ്. അപ്പോൾ ഇതൊരു ഗമൻ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനും കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ കാലവും കടന്നു പോകും,
എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൊടുങ്കാറ്റ് വന്നു, കൊടുങ്കാറ്റ് അടിച്ചു പോയി, പക്ഷേ അത് വന്നു പോയി. അപ്പൊ ഈ കാലവും കടന്നു പോകുമെന്നുള്ള മനോഭാവം ഈ പറയുന്ന കൺസെപ്റ്റിൽ ബാധകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താണ് നമ്മൾ ഇതിന്റെ മറ്റുള്ള സൈഡുകളൊക്കെ നോക്കുകയാണെങ്കിലും ഇതിനകത്തും ഉണ്ട് 2-3 തത്വങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈഫിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞു, ക്ഷമ, പേഷ്യൻസ്, സഹനശക്തി, മാന്യത, അതാണ് ഡിഗ്നിറ്റി എന്നൊക്കെ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത് ആക്ച്വലി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, പെട്ടെന്ന് നമ്മുടെ ഒരു ജോലി ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഓഫീസിൽ ചെന്നപ്പോഴോ അല്ലെങ്കിൽ പറഞ്ഞു നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് വരണ്ട, അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ ആരായാലും തകർന്നു പോകും. അതൊരു ഡിസ്ട്രസ് തന്നെയാണ് ലൈഫിൽ. പക്ഷെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മളെ തേടി ഒരു പുതിയ അവസരം നമ്മൾ തന്നെ കണ്ടെത്തും. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എടുക്കും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ നനച്ചിരിക്കാതെ നമുക്കൊക്കെ അസുഖങ്ങൾ വരാതിരിക്കട്ടെ, ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു വെച്ചാൽ മതി. യു ഹാവ് ടു ബി പേഷ്യന്റ് വിത്ത് യുവർ ഡോക്ടേഴ്സ്, വിത്ത് യുവർ ട്രീറ്റ്മെന്റ്. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും രോഗം മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ വികാരങ്ങൾ, പൊട്ടിത്തെറികൾ, നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ ഒരു ഡിസ്ട്രസ് ആണ്. ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിന് പകരം ഒരു പോസ്റ്റ് ബട്ടൺ, ഞാൻ നേരത്തെ പോസ്റ്റ് ബട്ടണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ട്രൈ ടു അപ്ലൈ ദ പോസ്റ്റ് ബട്ടൺ. Try to practice silence. Keep mum in certain things. അപ്പം ഇതെല്ലാം ഈ സഹനശക്തിയിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഡിസ്ട്രസ് വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിത് തീർച്ചയായിട്ടും അവയൊക്കെ ജയിക്കാനുള്ള ശരിക്കും ഒരു ആന്തരിക, നമ്മളുടെ ഒരു ഉള്ളിൽ ഒരു ശക്തി ഉണ്ടാവും. അതുപോലെയാണ് ഞാൻ നേരത്തെ ഈ വികാര പ്രകടനമൊക്കെ പറഞ്ഞു. നമ്മൾ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള റിയാക്ഷന് പകരം നമുക്ക് റെസ്പോണ്ട് വേണമെങ്കിൽ ചെയ്യാം. അതെല്ലാം ഈ പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമുക്ക് നമ്മുടെ ഒരു സ്വയം നിയന്ത്രണമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാ തരത്തിലും, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കാലവും കടന്നു പോകും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രാപ്തി നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അതാണ് ഈ 7 കാര്യങ്ങൾ കൺസെപ്റ്റിൽ കൂടെ, നമ്മുടെ ജാപ്പനീസ് കൺസെപ്റ്റിൽ കൂടെ മനസ്സിലാക്കി. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു റീക്യാപ്പിലേക്ക് ഞാൻ പോകാം. അപ്പൊ ഇത്രയും കേട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺക്ലൂഷനെ നോക്കിയിട്ട് ഇതിനകത്തെല്ലാം വേണ്ടത് നമുക്കൊരു ശ്രദ്ധ, ഒരു മൈൻഡ്ഫുൾനെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. സഹനശക്തി, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നും പറയണ്ട. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഏറ്റവും മനോഹരമായ ക്ലാസ്സുകൾ നടക്കുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല. അത്ര മനോഹരമായ ക്ലാസ്സുകളാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കേൾക്കുന്നത്. ദീസ് കൺസെപ്റ്റ്സ് ഇൻവൈറ്റ് മൈൻഡ്ഫുൾനെസ്, പർപ്പസ് ആൻഡ് റെസിലിയൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു ജീവിത ലക്ഷ്യങ്ങളുണ്ട്, പർപ്പസ് ഉണ്ട്, റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ കം ബാക്ക്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ വി ആർ കമ്മിങ് ബാക്ക് ടു ദി പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ട്രൈ അഡോപ്റ്റിംഗ് വൺ പ്രിൻസിപ്പൽ ദിസ് വീക്ക്. നേരത്തെ പറഞ്ഞിരുന്നു, അറ്റ്ലീസ്റ്റ് ഇതിൽ എന്തെങ്കിലും, ഞാൻ ഇതിന്റെ റീക്യാപ്പ് തീർച്ചയായിട്ടും കാണിക്കാം. ഒരു പ്രിൻസിപ്പിളെങ്കിലും നമുക്ക് ഒരു വീക്കിൽ ടേക്ക് എ സ്മോൾ സ്റ്റെപ്പ്, ബേബി സ്റ്റെപ്സ് എന്ന് ചിലപ്പോൾ ചിലർ പറയാറുണ്ട്. അപ്പോൾ ബേബി സ്റ്റെപ്പിൽ കൂടെ നമുക്ക് ഇങ്ങനെയുള്ള ഇത്രയും കൺസെപ്റ്റ് കേട്ടതിൽ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഇത്രയും കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്ത് കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. അതാണ് എൻ്റെ കൺക്ലൂഷൻ ഞാൻ പറയുന്നത്. സോ ഈ പറയുന്ന ഇത്രയും കൺസെപ്റ്റ് 7 കാര്യങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ഏറ്റവും മെച്ചമായി തോന്നിയത്, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞ കാര്യത്തിൽ കാര്യമുണ്ടെന്ന് തോന്നിയത് ഏതാണെന്ന് നിങ്ങൾക്കും തീരുമാനിക്കാം. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റീക്യാപ്പിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്പർ 1 ഞാൻ പറഞ്ഞു. എന്താണ് ഇക്കിഗായ്? സോ ദ കൺസെപ്റ്റ് നമ്പർ 1 വാസ് ഇക്കിഗായ്, റീസൺ ഫോർ ബീയിങ്. നമ്പർ 2 വാബി സാബി, എംബ്രേസ് ഇംപെർമനൻസ്. അതാണ് നമ്പർ 2 കൺസെപ്റ്റ്. 3 കൈസൻ, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്.
നമ്പർ 4 കിൻസുഗി, റിപ്പയറിംഗ് പോട്ടറി വിത്ത് ഗോൾഡ്, പൊട്ടിപ്പോയതിനെയൊക്കെ വീണ്ടും നമ്മൾ കൂട്ടിച്ചേർക്കുക. ഹറ ഹച്ചിബു, eat until you are 80% full, very important health wise. Okay. Ubaitori, don't compare yourself with others. So ഇതാണ് ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും എന്നെ ശ്രദ്ധിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഈ ജാപ്പനീസ് കൺസെപ്റ്റ് 7 കൺസെപ്റ്റ് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനും പുതിയ അറിവുകൾ ഈ 7 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ സാബു സാറിൽ കൂടെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. സോ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ ആൻഡ് വാച്ചിങ് മീ വെരി പേഷ്യൻഫുള്ളി. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. കാരണം എന്നെ കേൾക്കാമല്ലോ അല്ലേ മനോജ് സാർ? സാറിനെ കേൾക്കുന്നുണ്ട്, കേൾക്കാം. വി ക്യാൻ ഹിയർ യു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇക്കിഗായി. ഇക്കിഗായി എന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജപ്പാനീസ് ടെക്നിക്കാണ്. ആ ഇക്കിഗായിലൂടെയാണ് ലോഞ്ചിവിറ്റി ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കിയത്. അവിടുന്ന് സാറ് അവസാനം ഗമൻ അല്ലേ, ഗമ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഗമൻ ഇത് വന്ന് നിൽക്കുകയാണ്. വിത്ത് റെസ്പെക്ട് അല്ലേ, ഡ്യൂ റെസ്പെക്ട്. നമ്മൾ ഏതൊരു പ്രത്യേക സാഹചര്യത്തിലും കൃത്യമായി ഇപ്പം നമ്മൾ പറയും ഏറ്റവും കൂടുതൽ ഇന്നത്തെ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വാളിറ്റി നമ്മൾ പറയും ലൈഫ് സ്കിൽ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് പറയും. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ കൃത്യമായിട്ട് ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കുക. വളരെ മനോഹരമായ 7 സ്റ്റെപ്പുകൾ. ഈ 7 സ്റ്റെപ്പുകളിലൂടെ അതിൽ സാർ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: ഏത് സ്റ്റെപ്പാണ് നമ്മൾ നാളെ മുതൽ ഉപയോഗിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. എല്ലാ സ്റ്റെപ്പുകളും വളരെ വളരെ, ഒന്ന് ആരോഗ്യമാണെങ്കിൽ, ഒന്ന് മാനസികമാണെങ്കിൽ, ഒന്ന് ഇമോഷണൽ ആണെങ്കിൽ, എല്ലാം വളരെ പ്രാധാന്യമുള്ളത്. സോ വളരെ സന്തോഷം സാർ. താങ്ക് യു വെരി മച്ച് ഫോർ വണ്ടർഫുൾ ടോക്ക്. നമുക്ക് ഓമന ടീച്ചറും തുടങ്ങാം. ഓമന ടീച്ചർ സ്റ്റാർട്ടിങ്. മാം എന്താണ് തുടങ്ങാൻ പോകുന്നത്? അഡ്മിറ്റ്. വെരി സോറി സാർ, ഞാൻ കുറെ അവസാനമാണ് കയറി വന്നത്. എനിക്ക് ഇന്നിവിടെ കയറാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. അപ്പൊ ഞാൻ മനോജ് സാർ ആണല്ലോ എന്ന് ഓർത്ത് ഓടിക്കേറി വന്നപ്പോഴത്തേക്കും സാർ ഗമൻ ആയി. ഇങ്ങനെ ജപ്പാൻകാരുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകരിക്കാവുന്നതുണ്ട്. അത് സാറെല്ലാം കൂടെ ഒത്തിരി ഹോംവർക്ക് ചെയ്തെല്ലാം കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പം ബാബി സാബിയൊക്കെ ഞാൻ ഏതോ ഒരു ഈ അപൂർണതയുടെ സൗന്ദര്യം, അത് ഞാൻ എവിടെ ഒരു ക്ലാസ്സിലൊന്ന് കയറ്റി വെച്ചായിരുന്നു. ഇക്കിഗായി കണ്ടില്ലേ? ഇക്കിഗായി നമുക്കറിയാവുന്ന ഒരു കാര്യം. ഇക്കിഗായി എന്റെ പുറകിലുള്ളത്. യെസ്. ഇക്കിഗായിയുടെ എന്താ പറയുന്ന സിമ്പിളാണ് മാമിന്റെ പുറകിൽ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് റോയ് സാറിലേക്ക് ഒന്ന് പോവാം. റോയ് സാർ ഒരു സെക്കൻഡ്. സാബു സാറ്, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു സുഹൃത്ത് ശ്രീകുമാർ സാറിന്റെ എന്താണ്, ചെങ്ങന്നൂര് ഞങ്ങൾ ഒരേ സ്ഥലത്തുള്ളവരാണ്. ശ്രീകുമാർ സാർ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചെങ്ങന്നൂരെ അവിടുത്തെ ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരാൾ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ഇന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ശ്രീകുമാർ സാർ ശ്രീകുമാർ സാർ ഒന്ന് പറയാമോ? ശ്രീകുമാർ ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശ്രീകുമാർ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ, തിരക്കാണെന്ന് എനിക്കറിയാം, എങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ മാതിരി ഒരുപാട് ആക്ടിവിറ്റി ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രീകുമാറിനോട് ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറഞ്ഞത്. കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. വന്നോളൂ. യെസ് വന്നോളൂ. ഓക്കെ റോയ് സാർ, സോറി. എനിക്ക് വളരെ പൊട്ടിപ്പോയത് ചേർത്ത് വെച്ച് ഭംഗിയാക്കാം എന്ന് പറഞ്ഞതാണ്. സാധാരണ പൊട്ടിപ്പോകുന്ന അവസരത്തിൽ എല്ലാവരും നിരാശയോടും പോയല്ലോ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അവനെ പെറുക്കിയെടുത്ത് വളരെ ചേർത്ത് വെക്കുമ്പോൾ ഒറിജിനൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായി നമുക്ക് ഫീൽ ചെയ്യും എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഇമ്പ്രസീവ് ആയിരുന്നു. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഉണ്ടല്ലോ, ക്ഷണികമായതും അപൂർണമായതും അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം, അത് പൊതുവെ സമൂഹത്തിൽ കുറവുള്ള ഒരു കാര്യമാണ്. ക്ഷണികമായതും അപൂർണമായതും ഒക്കെ
ഡോൺ കെയർ ആയിട്ട് വരിക. അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും അതിനകത്ത് പ്രധാനമായിട്ടുണ്ട്. തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാമെന്ന് പറയും. പിന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യം ഒരു പ്രധാന കാര്യം തന്നെയാണ്. കാരണം രുചിയുള്ള ഭക്ഷണം കിട്ടിയാൽ വയറൊന്നും നിറയുന്നതല്ല പ്രശ്നം, വെച്ച് അടിച്ചു ഇതാക്കുക. അതൊരു 80% നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഒരു വലിയ വ്യത്യാസങ്ങൾ അതിനകത്ത്. ഏത് രുചിയുള്ള സാധനമാണെങ്കിലും മതി എന്നൊരു നിയന്ത്രണം കൊണ്ടുവരുന്നതും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ സാധാരണ നമ്മളെല്ലാവരും പറയാറുള്ളത് മറ്റു കമ്പാരിസൺ ഒഴിവാക്കുക എന്ന് പറയും. ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. അതിന്റെ കമ്പാരിസൺ സാറ് പറഞ്ഞ പോലെ ഓറഞ്ചും ആപ്പിളും ആയിട്ട് കമ്പയർ ചെയ്യുക, അതിന് അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കമ്പയർ ചെയ്താണ്. അത് എല്ലാം ഇതാണ്. ഇതിലൊക്കെ പ്രധാനമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ആത്മനിയന്ത്രണം. ഇതെല്ലാം ഏതാ ഒഴിവാക്കാന്ന് എനിക്കറിയാം. എല്ലാം ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. മറ്റേ ഈ നേരത്തേക്ക് പൊതുവെ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അത് ഈ ഇതിൻ്റെ ലിസ്റ്റിൽ വന്നപ്പോൾ ഈ അവസ്ഥയും അംഗീകരിക്കുക, ഇത് മാറും. എനിവേ ഈ 7 കാര്യങ്ങളും നമ്മൾ ആലോചിക്കുമ്പോൾ ജീവിതത്തിലെ കൂടുതൽ ലക്ഷ്യം നേടുന്നതിന് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ ഇതിലൂടെ അല്ലെങ്കിലും ഒക്കെ പലയിടത്തും ഒക്കെ വെച്ച് ഓരോ കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ ഇതായിട്ടുള്ളൂ. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ. സാബു സാർ പാർട്ടിയുടെ തിരക്കിലാണോ? ആരാണ് അടുത്ത? അനിൽകുമാർ സാറുണ്ട്, നമ്മുടെ വിൻസെന്റ് സാറുണ്ട്, ആർക്കും പറയാം. സാബു സാർ തിരക്കാണെങ്കിൽ രാജു സാറുണ്ട്. യെസ് സാർ. യെസ് രാജു സാർ. ഞാൻ പറഞ്ഞോട്ടെ സാറേ? യെസ്. ഓക്കെ സാറേ. 7 കൺസെപ്റ്റ്സ്, ജാപ്പനീസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ അത് ഞാൻ വിചാരിച്ചു സാറ് ജപ്പാനിൽ പോയതിനെ കുറിച്ചും പറയാനാണ്. പിന്നെ ഈ ഇക്കിഗായി എന്നുള്ള പുസ്തകത്തിൽ തന്നെ ഉണ്ട് 7 കൺസെപ്റ്റ്. അതെല്ലാം അത് പറയാനാണെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല സാറ് അതിനകത്ത് ചിലതൊക്കെ ചൂസ് ചെയ്തു, ചിലതൊക്കെ ഇതിന് പുറത്തുള്ളതായിരുന്നു. എല്ലാം കൂടി ചേർന്നപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കോമ്പിനേഷൻ ആയിട്ട് റീസൺ ഫോർ ലിവിങ് എന്നുള്ളതാണല്ലോ ഇക്കിഗായി എന്ന് പറയുന്നത്. പറഞ്ഞ കൺസെപ്റ്റ് വാബി സാബി എന്ന് പറയുന്നത് ഇംപെർഫെക്ഷൻ. പലതും നമ്മളൊന്നും ചെയ്യാത്തതിന് കാരണം എന്താ? പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള പലരും തുടങ്ങാത്തതിന് കാരണം അതാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രസന്റേഷൻ നടത്താനായിട്ട് പഠിക്കുന്നത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ആക്കിയിട്ട് തുടങ്ങാം. ഇവരെന്ത് പറയും എന്നുള്ള ചിന്തയോട് തെറ്റ് വരുത്തിയാൽ ഇവരെന്ത് പറയും. ഈ കുറേ കൺസെപ്റ്റ് രണ്ടാമത്തെ വാബി സാബി എന്ന് പറഞ്ഞത് ഫേസ് ഇംപെർഫെക്ഷൻ ഇംപെർമനി. തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ കൺസെപ്ഷന് കേസൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേശ്ശെ അതായത് ആറ്റോമിക് ഇംപ്രൂവ്മെന്റ്, ആറ്റോമിക് പറയാറുണ്ട്. ആറ്റോമിക് ഹാബിറ്റ്സ് ജെയിംസ് ക്ലിയർ എഴുതിയ പുസ്തകത്തിൽ കൺസെപ്റ്റ് പറയുന്നുണ്ട്. 1% എവറി ഡേ 1% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള വലിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് മാറും. അല്ലെങ്കിൽ ആ വലിയതായിട്ടുള്ള ഗോൾ വെച്ച് കഴിഞ്ഞാൽ ആ ഗോളിന് മുമ്പിൽ നമ്മളിങ്ങനെ പകച്ചു നിൽക്കി തുടങ്ങാൻ നമുക്ക് വളരെ തുടങ്ങുകയില്ല. പിന്നെ പറഞ്ഞത് ഹാച്ചിബു എന്ന് പറയുന്നത് അത് എന്നുള്ള പുസ്തകത്തിനകത്തുള്ളതാണ്. 50% മാത്രം എന്നുള്ളത്. കാരണം നമ്മൾ വായിലിട്ട് ചവച്ചരച്ച് വെച്ച് കഴിഞ്ഞാൽ വായിലൊരു സലൈവ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് പകുതി ദഹനം അവിടെ നടക്കണം. അല്ലാതെ നമ്മൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മുഴുവൻ ദഹനവും വയറിനകത്ത് നടക്കും. അപ്പോൾ ആ വയറിന് അതായ അവസരം ലഭിക്കുകയില്ല. അല്ലെങ്കിൽ അവിടെ അതായ എൻസൈംസ് മുഴുവൻ ദഹിപ്പിക്കുകയില്ല. മുഴുവൻ ദഹിക്കാതെ ഇൻഡസ്ട്രിയിലേക്ക് പോകും, ഇടും. അതുപോലെ ഗ്യാസ് ഒക്കെ ഇതൊക്കെ വളരെ കറക്റ്റാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺസെപ്റ്റ് ഓഫ് കമ്പയറിങ്ങിനെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് if you judge a fish by its ability to climb a tree, it will live its whole life believing it is stupid. അതായത് ഒരു വൃക്ഷത്തെ അത് മരത്തെ കയറാനുള്ള കഴിവ് അതിനെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ, അത് തന്നെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ജീവിതം മുഴുവനും
സ്ട്രിക്റ്റഡായിട്ട് കഴിയുന്നു. പറഞ്ഞുകൊണ്ട് നമ്മുടെ കഴിവുകൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്, ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് വളരെ പിന്നീട് പറഞ്ഞതായിട്ടുള്ള പ്രത്യേകിച്ച് സാറിന് ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു, അതിനൊക്കെ കമ്പയർ ചെയ്തു. പിന്നീട് കാസ്റ്റ് കൺസെപ്റ്റ് വളരെ ക്ഷമയുണ്ടായിരിക്കും. ക്ഷമയെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ഷമയെന്ന് പറയുന്നത് അറ്റൻഷനേക്കാൾ ക്ഷമയുണ്ടായിരിക്കുക എന്നുള്ള വളരെ ആവശ്യം. പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്നുകൂടി തിങ്ക് ചെയ്യുക. റിയാക്ട് ചെയ്യുക ചെയ്യുന്നതല്ല, നമ്മൾ റിയാക്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, പിന്നെ റെസ്പോണ്ട് ചെയ്യുക. അതിന് തീർച്ചയായിട്ടും നമ്മൾ തിങ്ക് ചെയ്യണം. തിങ്ക് ട്വൈസ് ബിഫോർ ലീപ്പിംഗ്. നമ്മൾ പലപ്പോഴും തിങ്ക് ചെയ്യാതെ പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും അപകടത്തിലേക്ക് പോകും. എല്ലാ കാര്യങ്ങളും വളരെയധികം പ്രസക്തമാണ്. പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കുന്നു. ഈ അടുത്തതായിട്ടുള്ള സാറിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. തന്നെ പ്രത്യേകമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയും പഠിച്ച് പറഞ്ഞതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വളരെ ഭംഗിയായിട്ട് സാധാരണ ജീവിതമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി സാർ പറഞ്ഞു. പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പറയുന്ന മൈൻഡ്ഫുൾനെസ് ആണ് ഏറ്റവും ആവശ്യം. ചിന്തിച്ചുകൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും സാർ നല്ലതായിട്ട് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. സാറേ ഞാൻ പറയണേ, ഞാൻ Yes, പറയാം. sir. Yes, Anilkumar sir. Thank you, Raj sir. Thank you. സാറ് നമുക്കെല്ലാം ആയുസ് ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കൺസെപ്റ്റ്സുകളും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരെണ്ണം പോലും നമുക്ക് മാറ്റിവെക്കാനും, ഏതാണ് ഇമ്പോർട്ടൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും പറയാൻ വയ്യാത്ത അവസ്ഥയിലുള്ള നല്ല കാര്യങ്ങളാണ്. നമ്മൾ ആഹാരം 80% നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസ് കൂടും. നമുക്ക് അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മളാരും ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ കേരളീയർ പ്രത്യേകിച്ചു കുറേ കറികളൊക്കെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പായസവും നമ്മൾ ഒരിക്കലും 80 ആക്കുകയില്ല, അത് 100 ആക്കുക തന്നെ. അത് നമുക്ക് ആരോഗ്യത്തെ ബാധിക്കും, നമ്മുടെ ആയുസ്സിനെയും ബാധിക്കും എന്നുള്ളതാണ്. ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാകുകയില്ല. ഞാൻ അവരെ എപ്പോഴും ആയില്ലല്ലോ എന്നുള്ള കമ്പാരിസൺ ഒന്നും നമുക്ക് പാടില്ല. സാധാരണ എക്സാമ്പിൾ തന്നെ പറഞ്ഞു, ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എത്രയോ നല്ല വാക്കുകളിൽ കൂടി സാറോട് അവതരിച്ചു. വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ കമ്പാരിസൺ വേണ്ട. പിന്നെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഡിഗ്നിറ്റി ഡ്യൂറിങ് ഡിസ്ട്രസ്. നമുക്ക് ദുഃഖങ്ങളുണ്ടാകും, ഇതില്ലാത്ത മനുഷ്യരുണ്ടോ? ആ ദുഃഖത്തിലും സംയമനം പാലിക്കണം എന്നുള്ളൊരു തത്വം ഇവിടെ സാർ അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അത് സത്യത്തിൽ അത് വേണ്ടതല്ലേ? ഈ സമയം മാറും. നാളെ നമുക്ക് നല്ല കാലം വരും. ഇന്ന് നല്ല കാലമാണെങ്കിൽ നാളെ ദുഃഖകാലവും വരാം. അപ്പം നമ്മൾ അമിതമായിട്ട് ആ സമയത്ത് സന്തോഷം വന്നു കഴിയുമ്പം ആഹ്ലാദിച്ചെല്ലാം മറക്കല്, മറ്റുള്ളവരെയും കൂടി പരിഗണിക്കൽ, അങ്ങനെയുള്ള ചില ഐഡിയാസ് ഇതിൽ കൂടി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിൻ്റായിട്ട് തന്നെ പറയുകയാണ്. പിന്നെ കമ്പയർ ചെയ്യുന്നത്, ഞാൻ ഇടയ്ക്ക് 2 പോയിന്റ് പോയി. എനിക്ക് എന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ നിന്ന് വിളിച്ചു. ഞാൻ ഇന്ന് പുള്ളിയെ കാണാൻ പോയായിരുന്നു. ഇന്ന മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയാകുമ്പോൾ സാറ് വിളിച്ച ഉടനെ ഇത് നമ്മൾ തൽക്കാലം മാറ്റി ഓടിച്ചെന്നൊരു കുറച്ച് നേരം മാറിയത് മാത്രമേ ഉള്ളൂ. 4 കണ്ണുകൾ അറ്റൻഡ് ചെയ്തില്ല. എന്തായാലും സാറ് ഇത് നല്ല രീതിയിൽ തന്നെ, ഇത് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും മനസ്സിൽ പലപ്പോഴായിട്ടൊക്കെ പലതും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സുകളിൽ ഇതിങ്ങനെ തറക്കും. സാറ് പറഞ്ഞ ഒരു പോയിന്റ് ആണല്ലോ ഇങ്ങനെ ഇത് നമ്മൾ കണ്ടവരം കഴിക്കണോ? അല്ല, നമുക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ ദുഃഖിച്ച് നമ്മളെങ്ങനെ തലമുട്ടി താഴെ വീഴണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നല്ലൊരു കാര്യമാണ്. എന്തായാലും നല്ല ഒരു അവതരണമായിരുന്നു. സാറിനെ ഞാൻ അനുമോദിക്കുന്നു. സാബു സാറിനെ ഇന്ന് നല്ലൊരു മുഖം കണ്ടു. സാബു സാറൊക്കെയാണ് നമ്മുടെ ഇതിനെല്ലാം കാരണക്കാരൻ. ഇത്രയും പേരെ പരിചയപ്പെടാനും സാറിൻ്റെ വീട്ടിൽ വരുവാനും ഒക്കെ നന്ദിയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാം ദൈവം അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, ഇനി ആരാ പറയാനുള്ളത്? സാറേ പറയട്ടെ? പറയൂ. ഗുഡ് ഈവനിങ് സർ. സാറേ നമസ്കാരം. ആണെന്ന് തോന്നുന്നല്ലോ. സാബു സാറ് ഒരു ഫംഗ്ഷനിലാണ്. യെസ്, പറയുമോ? മനോജ് സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഓടി കയറിയതാ. കുറച്ച് താമസിച്ചു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കൺസെപ്റ്റ് ഇക്കുകയായി എനിക്ക് കിട്ടിയില്ല.
മൂന്നാമത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്കതങ്ങോട്ട് ക്ലിയർ ആയില്ല. അത് ലാസ്റ്റ് സാർ ഒന്ന് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. പിന്നെ തീർച്ചയായിട്ടും. രണ്ടാമത്തെ വാബി സാബി അല്ലേ? അതില് സാറ് പിന്നെ പുതിയ അതിനൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ സാറേ പിന്നെ അപൂർണത അല്ലെ, അപൂർണതയാണ് സൗന്ദര്യം എന്നല്ലേ സാർ പറഞ്ഞത്? അല്ലേ? അതെ അതെ, ക്ഷണികവും അതെ, ശരിയാണ് സാറേ. അപൂർണത തന്നെയാണ് സൗന്ദര്യം. കാരണം മൊത്ത സൗന്ദര്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് അഹങ്കാരം ഉണ്ടാകും. നമ്മുടെയൊക്കെ കേസ് തന്നെ എടുത്താൽ മതിയല്ലോ. നമുക്ക് ചെറിയ ചെറിയ അപൂർണതകൾ ഉള്ളത് കൊണ്ടാണ് നമ്മള് അഹങ്കാരത്തിലേക്ക് പോകാത്തതെന്ന് തോന്നുന്നു. അതൊരു നല്ല പോയിന്റ് ആയിരുന്നു. പിന്നെ അടുത്തത് പിന്നെ അതുപോലെ തന്നെ അതിൽ വീണ്ടും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാറേ, നമ്മുടെ പ്രകൃതിയുടെ നിയമം തന്നെ എനിക്ക് തോന്നുന്നു ഈ അപൂർണതയാണെന്നാ തോന്നുന്നത്. പിന്നെ അതുപോലെ പിന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതും ഒരെണ്ണം കണ്ടുപിടിച്ചു കഴിഞ്ഞു, പക്ഷെ അതിലൊരു പൂർണ്ണത തോന്നുന്നില്ല. അപ്പോഴാണ് വീണ്ടും വീണ്ടും സയന്റിസ്റ്റുകൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും നമ്മൾ ഈസി ആയിട്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ കൺസെപ്റ്റ് കൈസൻ ആണ്. പിന്നെ തുടർച്ചയായ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് സാർ അതിൽ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ പിന്നെ ചെറുപ്പകാലത്ത് ചെറിയ ടെസ്റ്റുകൾക്കൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ടെസ്റ്റ് ഒക്കെ നമുക്ക് അത്ര വലിയ 100 10 ഒക്കെ ശരിയാകാറുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ മാറ്റം കുറെ ടെസ്റ്റ് എഴുതി വന്നപ്പോഴാണ് നമുക്ക് വലിയൊരു മാറ്റവും വലിയൊരു ഗോളും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതും കൺസെപ്റ്റ് 3 വളരെ ശരിയാണ്. പിന്നെ കിൻസുഗി റിപ്പയറിംഗ് പോട്ടറി വിത്ത് ഗോൾഡ് എന്നാ സാർ പറഞ്ഞത്. ആ ഗോൾഡിന്റെ പിന്നെ സംഭവം സാറ് അത് പറഞ്ഞില്ല എന്നാ എനിക്ക്, അതെ ഞാൻ കേൾക്കാത്താണോ എന്നറിയില്ല. സിറാമിക് പാത്രങ്ങൾ പൊട്ടുമ്പോൾ അത് മേക്കപ്പ് ചെയ്യുന്നു. അതിന്റെ അങ്ങനെയെങ്കിലും നമുക്ക് ആ പാത്രത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ തിരിച്ചു കിട്ടും. അതായത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ചിലപ്പോൾ നമ്മുടെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ചില ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പിണങ്ങേണ്ടി വരും. പക്ഷെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ അവരുമായിട്ട് അടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു സന്തോഷം കിട്ടാറുണ്ട്. അത് ആ കൺസെപ്റ്റും വളരെ ശരിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഹര ഹാച്ചിബു ഈറ്റ് അണ്ടിൽ യു ആർ 80% ഫുൾ. അത് എനിക്ക് വളരെ ഒരിതായിട്ട് തോന്നിയ സാറേ. സദ്യയൊക്കെ നമ്മൾ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് വീട്ടിൽ തിരികെ വരുമ്പോഴത്തേക്ക് ഈ 3 തരം പായസം തരുമ്പോഴത്തേക്ക് അത് വീട്ടിൽ വന്നാൽ അത് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? മാക്സിമം അത് കുടിക്കാൻ നോക്കും. ചിലപ്പോ ഈ 100ൽ നിൽക്കുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ ക്ഷീണമാ, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന് തോന്നിപ്പോവും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ 6 ആണ്. 6 ഉബൈത്തോറി എന്ന് പറയുന്നത് സാറ് എല്ലാരും പറഞ്ഞു ഓറഞ്ചും ആപ്പിളും കൂടെ കമ്പയർ ചെയ്യരുതെന്ന്. കമ്പയർ ചെയ്യാതെ പോയാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും എന്നുള്ളത് മനസ്സിലായി. പിന്നെ 7ാമത്താണ് ഗമൻ. ക്ഷമയും ധൈര്യവും കൂടെ എടുത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും രോഗമോ മറ്റോ വന്നു കഴിഞ്ഞാൽ അതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ വളരെ സംയമനത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നാണ് 7ാമത്തെ പോയിന്റ് പറഞ്ഞത്. അപ്പൊ ഇതിലെല്ലാത്തിലും മൈൻഡ്ഫുൾനെസ്സും ആവശ്യമാണെന്ന് സാർ പറഞ്ഞു. ഇപ്പോ സാറിന്റെ ഒക്കെ ക്ലാസ്സും ഇതിൽ ഈ ഫ്ലോറിൽ വന്നതിന് ശേഷം ഒത്തിരി ക്ലാസ്സുകൾ കിട്ടിയോടുകൂടി അങ്ങ് നന്നായി എന്നാണ് എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സാറേ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ സാറിന്റെ ക്ലാസ് എപ്പോഴും അങ്ങനെയാണ്, മറ്റുള്ളവരെ പോലെ തന്നെ ക്ലാസ് എങ്കിൽ പോലും സാർ കുറച്ചുകൂടി അതിനൊരു വെറൈറ്റി കൊണ്ടുവരാറുണ്ട്. സാറിന്റെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇവരെല്ലാവരും വളരെ സാഹോദര്യത്തോടു കൂടി ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ് തന്നതിനും നല്ലൊരു ഒരു ഉത്തേജനം മുന്നോട്ട് നീങ്ങുന്നതിന് നമ്മുടെ ഒന്നും കുറ്റമല്ല ഇതൊന്നും എന്നുള്ള ആ ഒരു ഇതും നമ്മളത് മനസ്സ് വെക്കുക എന്നുള്ള ഒരു സന്ദേശവും തന്നുകൊണ്ട് സാറ് നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്നു. വളരെ സന്തോഷം സാറേ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓക്കെ, താങ്ക് യു. യെസ്, യെസ് ജോഷി സാറേ, നമസ്കാരം. യെസ്, സാറിന്റെ ക്ലാസ്സിന് പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. എല്ലാവരും ഈ പാർട്ടിസിപ്പൻസ് എല്ലാവരും സാറിന്റെ ക്ലാസ്സിനെ ഏറെ ഭംഗിയായി ശ്രദ്ധിച്ചുവെന്ന് ഓരോരുത്തരുടെയും
വിലയിരുത്തലിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്റെയും അഭിനന്ദനം. ഓരോ തവണയും ഈ ഇക്കിഗായ് ക്ലാസ് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒക്കിനോവ പ്രദേശത്തുകാരെ കുറിച്ച് അഭിമാനവും ചിലപ്പോൾ അസൂയയും ഒക്കെ തോന്നാറുണ്ട്. എന്തായാലും നമ്മുടെ ഗതി ഇങ്ങനെയായി. അവര് നന്നായി ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ സന്തോഷമാണ്. ഇത് നമുക്ക് ഒക്കെ പാഠമാക്കാൻ ആവശ്യമെങ്കിൽ സാധിക്കും. പിന്നെ അവരുടെ ഭൂപ്രകൃതിയും പ്രത്യേകതയും ഒക്കെ എന്ത് തരത്തിലുള്ളതാണ് എന്ന് അറിഞ്ഞുകൂടാ. അതുമൊക്കെ ഒരുപക്ഷെ അനുകൂലമായിരിക്കുമെന്ന് കരുതാം. നമ്മുടെ ജീവിതം ഒരുപാട് ഇങ്ങനെ ഒരു 100 വയസ്സ് വരെയൊന്നും ഇല്ലെങ്കിൽ പോലും ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഓരോ തവണയും നമ്മൾ കേൾക്കുമ്പോൾ അതിനുള്ള ഒരു പ്രചോദനമാണ് ലഭിക്കുന്നത്. നടക്കാതെ പോയതും ചെയ്യാതെ പോയതും കേൾക്കാൻ വൈകിയതും ഒക്കെ ആയിട്ടുള്ള അവസരം അതൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോഴെങ്കിലും നൊമ്പരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. നൊമ്പരത്തിൽ കാര്യമില്ല. അടുത്ത തലമുറയോടെങ്കിലും നമുക്ക് സാധ്യതകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ആനുഷംഗികമായി എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും സദസ്സിൽ പറ്റുമ്പോൾ ഇതൊക്കെ പറയാനും ഒക്കെ സാധിച്ചാൽ ഒരുപക്ഷെ മറ്റാർക്കെങ്കിലുമൊക്കെ ഗുണവും ചെയ്തേക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഒരു വലിയ വരദാനമാണ്. എത്രയോ വിഷയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കുക. മനോജ് സാറ് തന്നെ വിവിധങ്ങളായ പല വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. സാറിന്റെ അവതരണത്തിനും സാറിന്റെ അറിവിനും ഒരു പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും അത് കാത്തു സൂക്ഷിക്കുക. ഇന്നത്തെ ദിനത്തിന്റെ ഈ ക്ലാസ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും മംഗളങ്ങളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അടുത്തത് നമുക്ക് വിൻസെന്റ് ജോർജ് സാറിനെ കേട്ടില്ല. സ്നേഹലത മാമുണ്ട്, മാത്യു സാറുണ്ട്. പറയട്ടെ സാർ, പറയട്ടെ. തീർച്ചയായിട്ടും പറയുക. അവര് ഈ ഹമ്പിൾ സിമ്പിൾ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആകുന്നു, പക്ഷെ നമ്മൾ അങ്ങനെ ആകുന്നില്ല. അതാണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാം അങ്ങനെ വളരെ പോഷായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിലാണ് നമ്മുടെ സംതൃപ്തി കയറിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തകളും ഒക്കെ അത് തന്നെ. അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച് ഉണ്ടാകുന്ന പരാജയങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഈ പോസ്റ്റ് ലൈഫിന് വേണ്ടി. ഈ ഹമ്പിൾ സിമ്പിൾ ആയിട്ട് ജീവിച്ചാൽ എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാകും, പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒന്ന് അറിവ് ഇല്ലാഞ്ഞിട്ടാണോ എന്താണോ? അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്നേഹിത മാം നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വളർച്ചയാണല്ലോ എല്ലാത്തിനും വേണ്ട. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്തിന് ക്ഷുഭിതരാകുന്നു, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളെ പോലും നമുക്കത് ക്ഷമിക്കാനോ സഹിക്കാനോ ഒക്കെയുള്ള. അപ്പം അതിനെ കുറച്ചുകൂടെ ഇതിനെല്ലാം ഒരുപക്ഷെ ഇതുപോലുള്ള ടെക്നിക്കുകളോ സിമ്പിൾ എന്താണുള്ള പ്രാക്ടീസുകളൊക്കെ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള നമ്മുടെ ഒരു എൻഹാൻസ്മെന്റിന് തീർച്ചയായിട്ടും സഹായിക്കും. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ, ഇപ്പം മാഡം പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അവർക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ ഇതൊക്കെ ചെയ്യാനുള്ള സഹനശക്തിയുണ്ട്. അതും ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. നമ്മളിപ്പം ആപ്പിളിനെ ഓറഞ്ചുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരുപക്ഷെ അതായിരിക്കാം. എങ്കിലും കമ്പാരിസണിലല്ല കാര്യം ഇരിക്കുന്നത്. നമുക്കും ഇതും ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു രീതിയിലേക്ക് വേണ്ട ഒരു അവബോധത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് പഠിക്കാനും, ഇനിയിപ്പോൾ എന്തുതരം പ്രശ്നങ്ങളാണെങ്കിലും ഇതിനകത്ത്
ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശരിക്കും പറഞ്ഞതിൻ്റെ ഉത്തരങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ കുലുങ്ങാതെ, നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ സഹനശക്തിയോടെ, നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നമുക്കത് ചോദിച്ചറിയാൻ. ഇപ്പോൾ ലോകമൊക്കെ വളരെ വിസ്തൃതമല്ലേ മാഡം? അപ്പം അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും പലരും ഈ അബദ്ധം കാണിക്കുന്നവർക്ക് മേ ബി ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ കൂടി ഉണ്ടാവുന്ന തോന്നലുകളും ചിന്തകളും ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ അവരെ പല കാര്യങ്ങളിലും പ്രേരിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനും കുറേ കാര്യങ്ങൾ ചുറ്റുപാടുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത് ഒരു കണക്കിന് നല്ലതല്ലേ? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. സോ വൈ കാൺ വി ഓൾസോ ട്രൈ ദാറ്റ് എന്നുള്ളതാണ് എനിക്ക് ഇതിന് പറയാനായിട്ടുള്ള ഒരു ഉത്തരം. ഒരു പക്ഷേ നമ്മുടെ ജോഷി സാറും സാബു സാറിനും ഒക്കെ എല്ലാവർക്കും ഇതിന് മറ്റുള്ള തരത്തിലുള്ള ഒരു ആംഗിൾ കൂടെ ഒരു ഉത്തരം പറയാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. യെസ് സാർ. മനോജ് സാറേ, ഇതിൻ്റെ അകത്തല്ലോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടൈറ്റിലിൽ നമ്മൾ അത് അറിയുമ്പോൾ നമുക്കതിനെ വ്യത്യസ്തമായ രീതിയിൽ അതിനെ ഉപയോഗിക്കണമെന്ന് താല്പര്യം തോന്നും, മറ്റുള്ളവരോട് പറയാനും. പറയുന്ന കാര്യവും ഒക്കെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിച്ച് കാണിക്കണമല്ലോ. അപ്പം ഇപ്പം നമ്മൾ പറയത്തില്ലേ ഹരി ഹാച്ചിബു, ഇതെന്തത്? അല്ലെ, ആ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പക്ഷെ ഇത് നമുക്ക് കൃത്യമായിട്ട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വയറ് 80% മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഫ്രീ ആണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലം ഇങ്ങനെയുള്ള പഠനത്തിലൂടെ കിട്ടും. ഇതൊരു ജപ്പാനീസ് ടെക്നിക്കാന്ന് പറഞ്ഞുകൊണ്ട് ജപ്പാനീസിന് മാത്രമല്ലല്ലോ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഈ ആ പേരിനൊരു പുതുമയുണ്ട് അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കണം, കുറച്ചേ കഴിക്കാവുള്ളൂ, വയറ് കുറച്ച് ഇടണമെന്നൊക്കെ നമുക്കറിയാം. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പേരിലൂടെ നമ്മൾ അതിനെ ഒന്ന് പുതിയതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുക, പുതിയൊരു കോൺസെപ്റ്റ് ആക്കി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് അറിവെന്ന് പറയുന്നത് അല്ലേ? അറിവെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ കേട്ടതിനെയൊക്കെ പുതിയ പുതിയ വേർഷനിൽ, പുതിയ തലങ്ങളിൽ, പുതിയ രീതിയിൽ നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് എപ്പോഴും ഈ ഒരു രീതി ഗുണകരമാണ്. അപ്പം അറിവുകൾ പുതിയ ഭാവത്തിൽ, പുതിയ രീതി അല്ലെ, പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞ പോലെ പുതിയ രീതിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നു. അപ്പം അവിടെ ഈ അറിവിനെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പഴയ പേരല്ല, പുതിയ പേരിൽ പഴയ കാര്യമാണെങ്കിലും വളരെ മനോഹരമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഈ ജപ്പാനീസ് ടെക്നിക്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. അപ്പം എന്തായാലും ഇത് വളരെ മനോഹരമായി. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും ഉണ്ട്. പറഞ്ഞു. വിൻസെന്റ് ജോസ് സാറിനെ കേട്ടില്ല. മാത്യു സാറിനെ. യെസ്, വിൻസെന്റ് സാർ. സാറേ, ആദ്യം തന്നെ വളരെ വളരെ കൺഗ്രാജുലേഷൻസ്. കാരണം ഈ ഇക്കിഗായിയും നമ്മളുടെ എന്താ പറയണ കേസിനും ഒക്കെ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ സാറിൻ്റെ അവതരണം ഉണ്ടല്ലോ, ഈച്ച് ഹാസ് ഗോട്ട് ഒരു സെപ്പറേറ്റ് ഒരു വേ ആണ്. സാറിൻ്റെ വോയിസും ആ മോഡുലേഷനും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അത് നമുക്കൊന്നും കൂടെ മനസ്സിലാവാനായിട്ട് പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ആ 80% കാര്യം പറഞ്ഞാൽ ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല പറയാനായിട്ട്. പക്ഷെ അതൊക്കെ വളരെ 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 ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. 80% നമ്മൾ കഴിക്കാം. ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ആഹാര കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ ഞാൻ ഇതിന്നൊക്കെ വിട്ടിട്ട് വേറൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ. ജസ്റ്റ് എൻ്റെ ഒരു ഡൗട്ടാണ്. നമ്മൾ ഈ ജാപ്പാനീസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്താ ഞാൻ പറഞ്ഞ ഒരു റോൾ മോഡൽസ് ആക്കാൻ പറ്റിയ തരത്തിലുള്ള ആൾക്കാരാണ്. കാരണം അവരുടെ വാല്യൂസ് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കും. ആതിഥ്യ മര്യാദ, ക്ലീനിനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ പഠിപ്പിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള സിറ്റിസൺസിനാണ് അവർ വളർത്തുന്നത്. എന്നിട്ടും അങ്ങനെയുള്ള ജപ്പാനിലും കൂടെ നമ്മൾ കേൾക്കണു ബ്രൈബിന്റെ പ്രശ്നമുണ്ട്, ഫ്രോഡിന്റെ പ്രശ്നമുണ്ട്, അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചതിന്റെ പ്രശ്നമുണ്ട്, അധികാര മിസ്യൂസിനെ കുറിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് അത് മാച്ച് ചെയ്യണില്ല. ഇങ്ങനെ വളർന്നൊരു തലമുറ എങ്ങനെയാണ് ഇതുപോലെ ഒരു ഇന്ത്യയിലാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ചെറുപ്പം മുതലേ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കണില്ല. പക്ഷെ അവിടെ ഇങ്ങനെ ഇത്രയും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോലും അവരിൽ എങ്ങനെയാണ് കളമാരുണ്ടാവണമെന്ന് ഒരു ഡൗട്ട് ചോദിച്ചതേ ഉള്ളൂ. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് സാറേ. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. നിർവചിക്കാൻ പറ്റാത്ത ഗുണഗണങ്ങളാണ്.
അതോടൊപ്പം സാറേ എല്ലാ സ്ഥലത്തും സാറ് ഒരു പെർസെൻറ്റേജ് നല്ലതും ചീത്തയുള്ളതെന്ന് പറഞ്ഞ മാതിരി അപ്പോൾ അതിനെ ഒരു പക്ഷേ എല്ലാ കൺട്രിയിലും കാണാം. അപ്പോൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ അറിയാവുന്ന പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കും എങ്കിലും നല്ല സിസ്റ്റങ്ങളൊക്കെയുള്ള പിന്നെ പല കൺട്രികളിൽ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് രാവും പകലും എന്നുള്ളൊരു വ്യത്യാസം മാറി ചിലയിടത്ത് പേരിനെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞത് വളരെ വാലിഡിറ്റിയുള്ള കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പരിശീലിക്കും പിന്നെയും അത് വരുന്നു എന്ന് സാറ് ചോദിച്ച് അതൊരു നല്ല ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വരാൻ പാടില്ല. പക്ഷേ ഈ പറഞ്ഞ സാബു സാറ് അതിന്റെ ഉത്തരം പറഞ്ഞു. അതെ മനുഷ്യരും സാറേ, ഈ ജപ്പാനിൽ തന്നെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് 3-4 സ്ഥലങ്ങളിലേ ഉള്ളൂ, എല്ലായിടത്തും യെസ് ഇല്ല. ആ അതെ സ്ഥലങ്ങൾ മാത്രമാണ് അത് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ജീവിത ശൈലികളുമാണ് നമ്മളിലേക്ക് അത് എത്തുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ആസറ്റ് അവരെ കരാട്ടയുടെ ഒക്കെ പഠനത്തിന്റെ കാര്യങ്ങൾ പഠില്ല. കരാട്ട എന്തുകൊണ്ടാണ് അവർ ഇത്ര ഈസി ആയിട്ട് പഠിച്ചത് എന്നൊക്കെ ഉള്ളതിനകത്ത് ഒത്തിരി റീസൺസ് ഉണ്ട്. കാരണം അവരുടെ ലിമിറ്റേഷൻസ് നിന്നാണ് അവർ കരാട്ട എല്ലാവരും പഠിച്ച ആ രീതിയിലേക്ക് വരുന്നത്. പ്രൊഡക്ടിവിറ്റി എല്ലാം പ്രൊഡക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ പണ്ടൊരു ഒരു കഥ കേട്ടിട്ടുണ്ട് സാറേ, ജപ്പാനിലെ പണ്ടൊരു ഷൂ ഫാക്ടറിയില് ഒരു സമരം നടന്നു. സമരം നടന്നപ്പോ ഇൻസ്റ്റെഡ് ഓഫ് വർക്കേഴ്സ് പോകാണ്ടല്ല, എല്ലാ വർക്കേഴ്സും പോയി. സമരമാണ്, അവർ പോവുകയും ചെയ്തു, പ്രൊഡക്ഷൻ കൂടുകയും ചെയ്തു. സമരമാണ്. പക്ഷെ അതിനെ ശരിക്കും അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഒരു ഷൂ എന്ന് പറയുമ്പോൾ ഒരു പെയറാണ്, ലെഫ്റ്റ് റൈറ്റിലേക്ക് ഇടണം. അവര് റൈറ്റ് ലെഗിന് മാത്രമാണ് ഉണ്ടാക്കിയത്. പ്രൊഡക്ഷൻ കൂടി, പക്ഷെ അത് വിൽക്കാൻ പറ്റില്ലല്ലോ. അന്ന് ഞാൻ അവരെ പറ്റിയൊക്കെ വളരെ എനിക്ക് അഭിമാനം കൊണ്ടിരുന്നു. വെച്ചാൽ സമരം ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പുതുമ ഉണ്ട് ആ സമരത്തിന്, അല്ലാണ്ട് ഫാക്ടറി അടച്ചു പൂട്ടി ഇതാക്കുന്നതല്ല. സമരം ചെയ്തു, പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് എ പെയർ ഓഫ് ഷൂസ് ദേ മെയ്ഡ് ഓൺലി 1 ഷൂ ഫോർ 1 leg. അപ്പോൾ ഒരു 10,000 ഉണ്ടാക്കണതിന് പകരമായിട്ട് ഒരു 15,000 ഉണ്ടാക്കി. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലല്ലോ, വിൽക്കാൻ പറ്റില്ല. സോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു അനോമലി അവരുടെ ആ ബിഹേവിയർ ഇതില്. എനിവേ സാറേ, നന്നായിരുന്നു. സാറിന് എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പലപ്പോഴും അസൂയ തോന്നുന്നുണ്ട് കേൾക്കുമ്പോഴൊക്കെ. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വേറെ താങ്ക് യു. ഈ ജപ്പാൻ മുഴുവനൊന്നും ഇല്ല ഇത് ഒക്കിനോവ എന്ന് പറയുന്ന ഒരു ഐലൻഡിലെ കഥയാണ് വാസ്തവത്തിൽ. അത് ജപ്പാനിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. യെസ് സർ, എന്ന് വിചാരിച്ചാൽ ജപ്പാൻകാരല്ല ഇത് ഫോളോ ചെയ്തെന്നോ ജപ്പാൻ മുഴുവൻ ഇങ്ങനെയാണെന്നോ യാതൊരു വിധത്തിലും അതിനർത്ഥമില്ല. ശരിയാണ്. ഒക്കിനാവയിലാണ് ഇതുള്ളത്, ദ്വീപാണ്. ഓക്കെ, അപ്പൊ മനോജ് സാർ താങ്ക് യു വെരി മച്ച്. ഓൾറൈറ്റ് സർ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ യെസ് യെസ് സർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ. രാത്രി.